ഒരു സംഖ്യയുടെ 30% 75% തമ്മിലുള്ള വ്യത്യാസം 1350 ആണെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു സംഖ്യയുടെ 30% അല്ലേ, 30% 75% തമ്മിലുള്ള വ്യത്യാസം 1350 ആണെന്ന് തന്നിട്ടുണ്ട്. മക്കളെ, നമുക്കറിയാം ഈ 30% 75% തമ്മിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട് മക്കളെ? 45% വ്യത്യാസമുണ്ട്. ഈ 45% എന്ന് പറയുന്നതാണ് 1350. ശരിയല്ലേ? ഒരു സംഖ്യയുടെ 30% 75% തമ്മിൽ 1350 വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ 45% 1350 തുല്യമാണെന്ന് അർത്ഥം. കാരണം ഇതും തമ്മിൽ 45% വ്യത്യാസം. അതാണ് 1350. ഓക്കെ, അപ്പോൾ സംഖ്യയുടെ 45% 1350 ആണെങ്കിൽ സംഖ്യ കാണാൻ 100% എത്രയാണെന്ന് നോക്കണം അല്ലേ? ഇങ്ങനെ വന്നാൽ നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇങ്ങനെ കിട്ടും. ആണോ? 100 × 1350 ഡിവൈഡഡ് ബൈ 45 അല്ലേ മക്കളെ? ഈ 45ഉം 135ഉം കൂടെ വെട്ടിക്കളയാം. 45 × 3 ആണ് 135. ഒരു 0 കൂടി ഇടാം. ആൻസർ 3000 എന്ന് കിട്ടും. എളുപ്പമുള്ള ചോദ്യമാണ്. ആൻസർ 3000 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ ഏത്? മക്കളെ, 30% 70% തമ്മിലുള്ള വ്യത്യാസം അല്ലേ? ഇതേ മുമ്പേ ചോദിച്ച സെയിം പാറ്റേണാണ്. 30% 70% തമ്മിൽ 40% വ്യത്യാസമല്ലേ? ആ വ്യത്യാസമാണ് ഇവർ 60 എന്ന് തന്നേക്കുന്നത്. അപ്പം 40% സംഖ്യയുടെ 60 തുല്യമാണ്. 100% എത്ര എന്ന് നോക്കിയാൽ ഉത്തരം കിട്ടും. സംഖ്യ കാണാൻ 100% എത്ര എന്ന് നോക്കണം. ശരിയല്ലേ? ഇവിടെ ഉത്തരത്തിലേക്ക് എത്താൻ എന്ത് ചെയ്യാം? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 × 60 ഡിവൈഡഡ് ബൈ 40 എന്ന് വരും അല്ലേ? ഈ 60ഉം 40ഉം 20 വെച്ച് വെട്ടിക്കളയാം. ഇത് 3 തവണ, ഇത് 2 തവണ. 2ഉം 100ഉം വെട്ടിക്കളയാം. 50 50 × 3 150 എന്നാണ് നമുക്കിതിന് ഉത്തരമായിട്ട് കിട്ടുന്നത്. ചെയ്തത് ക്ലിയർ ആണല്ലോ? ഒരു സംശയമില്ലല്ലോ? പക്ക. ശരി, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 240ൻ്റെ 16ഉം 3/2%. മക്കളെ, 240ൻ്റെ അല്ലേ 16ഉം 3/2% എത്ര? 16ഉം 3/2% എത്ര? മക്കളെ, പഠിച്ചു വെച്ചോണം. പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട് 16ഉം 3/2% കാണാൻ. ഓർക്കുക, ഒരു സംഖ്യയുടെ 16ഉം 3/2% കാണണമെങ്കിൽ ആ സംഖ്യയെ 1/6 കൊണ്ട് ഗുണിച്ചാൽ മതി. 16 3/2% കാണാൻ അതിനെ 1/6 കൊണ്ട് ഗുണിച്ചാൽ മതി എന്നൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉത്തരം കാണാൻ 240 × 1/6 എന്ന് കിട്ടും അല്ലേ? യെസ്, നമുക്കറിയാം ഈ 6ഉം 24ഉം കൂടെ വെട്ടിക്കളയാം. 6 4 ആണ് 24, 0. ആൻസർ 40 എന്നാണ് കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി അതിനൊപ്പം കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചോണേ. ഞാൻ എഴുതി തരാം. ഒരു സംഖ്യയുടെ 11ഉം 9/1% കാണാൻ എന്ത് ചെയ്യണം? സംഖ്യയെ 1/9 കൊണ്ട് ഗുണിക്കണം. പഠിച്ചോണം. ഒരു സംഖ്യയുടെ 33ഉം 3/1% കാണാൻ എന്ത് ചെയ്യണം? സംഖ്യയെ 1/3 കൊണ്ട് ഗുണിച്ചോണം. പഠിച്ചോണം. സംഖ്യയുടെ 66ഉം 3/2% കാണാൻ സംഖ്യയെ 2/3 കൊണ്ട് ഗുണിക്കണം. അതും കാണാതെ പഠിക്കണം. സംഖ്യയുടെ 8ഉം 3/1% കാണാൻ സംഖ്യയെ 1/12 കൊണ്ട് ഗുണിക്കണം. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞത് സംഖ്യയുടെ 16ഉം 3/2% കാണാൻ സംഖ്യയെ 1/6 കൊണ്ട് ഗുണിച്ചോണം.
കേട്ടോ. ഇത്രയും പഠിക്കാനുള്ളതാണ്. എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. എക്സാമുകൾക്ക് വരുന്ന സാധനം തന്നെയാണ്. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിടുന്ന ചോദ്യമൊന്നുമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ശരി, എക്സാമുകൾക്ക് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി മുന്നോട്ട് അടുത്ത വീഡിയോസ് വരുമ്പം അതിൽ തന്നെ ഇത്തരം ചോദ്യങ്ങൾ കാണാം. അപ്പോൾ വീണ്ടും ഞാൻ പറയില്ല, എൻ്റെ ഒപ്പം ഇപ്പം തന്നെ പഠിച്ചോണം. സെറ്റല്ലേ? ആണ്. മുന്നോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ്. ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യമാണ്. ഒരു ആശുപത്രി വാർഡിൽ 25% ആളുകൾ COVID-19 ബാധിതരാണ്. അപ്പം ആശുപത്രി വാർഡിൽ 25% പേർക്ക് കോവിഡുണ്ട്. 25% പേർക്ക് കോവിഡുണ്ട് എന്നല്ലേ പറഞ്ഞേക്കുന്നേ? ആണ്. അതിൽ കോവിഡ് ഉള്ളവരിൽ 100 പേർ പുരുഷന്മാരും 10 പേർ ട്രാൻസ്ജെൻഡേഴ്സും ബാക്കിയുള്ളവർ സ്ത്രീകളുമാണ്. അപ്പോൾ 25% പേർക്ക് കോവിഡുണ്ട്. അതിൽ 100 പേര് പുരുഷന്മാർ, 10 പേര് ട്രാൻസ്ജെൻഡേഴ്സ്. മക്കളെ, ബാക്കിയുള്ളവരെല്ലാം സ്ത്രീകളാണ്. ശരി, ഇനി ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് മൊത്തം ജനങ്ങളുടെ 50% അപ്പം 300 സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മൊത്തം ജനങ്ങളുടെ 50% എന്നല്ലേ? അപ്പോൾ ആകെ ജനങ്ങളുടെ 50% 300 പേർക്ക് തുല്യമാണെങ്കിൽ അവിടെയുള്ള ആകെ ആളുകൾ 600 ആണ് എന്നല്ലേ മക്കളെ അർത്ഥം? ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ ദാസ. അതായത് 300 പേരുണ്ടായിരുന്നെങ്കിൽ ആകെ ആളുകളുടെ 50% എന്ന് പറഞ്ഞാൽ ആകെ ആളുകൾ 600 പേര് അവിടെ ഉണ്ട് എന്നതല്ലേ അർത്ഥം? ഒന്നുകൂടെ പറയാം, 50% 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ ആകെ 600 പേരുണ്ട് എന്നല്ലേ അർത്ഥം? അതുകൊണ്ടല്ലേ 50% 300-ന് തുല്യമാകുന്നത്. അപ്പോൾ അവിടെ ആകെ 600 പേരുണ്ട്. ആ ഹോസ്പിറ്റലിൽ 600 പേരുണ്ട്. അതിൽ 25% പേര് കോവിഡ് ബാധിതരാണ്. അപ്പോൾ 600-ൻ്റെ 25% കാണണം. മക്കളെ, 600-ൻ്റെ 25% കാണാൻ ഓർക്കുക, ഏതൊരു സംഖ്യയുടെയും 25% കാണാൻ, ഏതൊരു സംഖ്യയുടെ 25% കാണാൻ സംഖ്യ ബൈ 4 ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ 600 × 25/100 ചെയ്യാം. അല്ലെങ്കിൽ ഓർത്ത് വെക്കുക, 25% കാണാൻ സംഖ്യ ബൈ 4. അപ്പോൾ 600-ൻ്റെ 25% കാണാൻ 600/4. മക്കളെ, 150 എന്ന് കിട്ടും ഉത്തരം. അപ്പോൾ എനിക്ക് മനസ്സിലായി, 25% ആകെ 600 പേരുണ്ട് വാർഡിൽ. അതിൽ 25% പേര് കോവിഡ് ബാധിതരാണ്. അത് 150 പേരാണ്. ഇനി 150-ൽ 100 പേര് ആരാണ്? പുരുഷന്മാർ, 10 പേര് ട്രാൻസ്ജെൻഡേഴ്സ്. ആകെ 150-ൽ 100 പുരുഷന്മാരും 10 ട്രാൻസ്ജെൻഡേഴ്സും ആണെങ്കിൽ ബാക്കി 40 ആളുകളായിരിക്കും സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകൾ എത്ര പേർ കോവിഡ് ബാധിതരാണെന്ന് ചോദിച്ചാൽ ആൻസർ 40 എന്നാണ് കിട്ടുന്നത്. ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവാം. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുടുംബത്തിൻ്റെ പ്രതിമാസ ചെലവുകൾ കാണിക്കുന്ന പൈ ചാർട്ടിൽ ചികിത്സാ ചെലവ് കാണിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ കോണളവ് 72 ഡിഗ്രി ആണെങ്കിൽ ചികിത്സാ ചെലവ് ആകെയുള്ളതിൻ്റെ %. അതായത് പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ ദേ മക്കളെ ഇങ്ങനെ ഒരു സർക്കിള്. അതിൽ അവർ പറഞ്ഞേക്കുവാണ് അവരുടെ ചികിത്സാ ചെലവ് കാണിച്ചേക്കുന്ന ഭാഗത്തിൻ്റെ കോണളവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതിൽ 72 ഡിഗ്രിയാണ് ഈ ചികിത്സാ ചെലവ് കാണിച്ചേക്കുന്ന ഭാഗത്തിൻ്റെ കോണളവ്. അതായത് ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ചികിത്സാ ചെലവ് ആകെ ചെലവിൻ്റെ എത്ര ശതമാനമാണെന്ന ചോദ്യം. മക്കളെ, നമുക്കറിയാം ഈ ഫുൾ റൗണ്ട് 360 ഡിഗ്രി അല്ലേ? ആണ്. അപ്പോൾ ആകെ 360. അതിൽ 72 ഡിഗ്രിയാണ് ചികിത്സാ ചെലവിൻ്റെ ഭാഗത്തെ കോണളവ്. ശരിയാണോ? അപ്പോൾ എത്ര ശതമാനമാണെന്നറിയാൻ 72 ഡിഗ്രി 360 ഡിഗ്രിയുടെ എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ മതി. 72/360 × 100 എന്ന് വരും. ഓക്കെ, ഈ 0 വെട്ടിക്കളയാം. അതുപോലെ 36-ഉം 72-ഉം വെട്ടിക്കളയാം 2 തവണ. 2 × 10 20% ചികിത്സയ്ക്കായിട്ട് ചിലവാക്കിയേക്കുന്നത്. അതായത് ഫുൾ റൗണ്ട് 360. അതിൽ 72 ഡിഗ്രിയാണ് ചികിത്സയുടെ ചെലവിൻ്റെ ഭാഗത്തെ കോണളവ്. അപ്പം 72 ഡിഗ്രി 360 ഡിഗ്രിയുടെ എത്ര ഭാഗമാണ്, എത്ര ശതമാനമാണെന്ന് നോക്കണം. 72/360 × 100 ഉത്തരം. സോ ആൻസർ 20% എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്.
പെൺകുട്ടികൾ ആകെ എണ്ണം 500 ആയാൽ ആ സ്കൂളിൽ എത്ര ആൺകുട്ടികൾ ഉണ്ട്? ചോദ്യം വ്യക്തമല്ലേ? ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. മക്കളെ, 60% ആൺകുട്ടികളാണെങ്കിൽ ബാക്കിയുള്ള 40% പെൺകുട്ടികളായിരിക്കും. പെൺകുട്ടികൾ 500 പേരുണ്ടെന്ന് പറഞ്ഞാൽ 40% 500-ന് തുല്യമാണ് എന്ന അർത്ഥം. ഓക്കെ, ഇനി ആ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ആൺകുട്ടികൾ 60% ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 40% 500-ന് തുല്യമാണെങ്കിൽ 60% ഏതിന് തുല്യമാണെന്ന് നോക്കിയാൽ മതി. ശരിയല്ലേ മക്കളെ? ഇത് കണ്ടുപിടിക്കണം. ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമല്ലോ. 60 × 500 ഡിവൈഡഡ് ബൈ 40 നമ്മുടെ ഉത്തരം അല്ലേ? സോ ഈ 40-ഉം ഈ 60-ഉം നമുക്ക് 20 വെച്ച് വെട്ടിക്കളയാം. ഇത് 2 തവണ, ഇത് 3 തവണ. ശരിയല്ലേ? ഇതും കൂടെ വെട്ടിക്കളയാം. 250. ആൻസർ 3 × 250 750 ആൺകുട്ടികളുടെ എണ്ണം എന്ന് കിട്ടും. ചെയ്ത രീതി ഒന്നുകൂടെ പറയട്ടെ. അതായത് ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി 40% പെൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ എണ്ണം 500 തന്നിട്ടുണ്ട്. അപ്പോൾ 40% 500-ന് തുല്യമാണ്. ആൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആകെ കുട്ടികൾ എത്രയാണെന്ന് ചോദിച്ചാൽ 100% എത്രയാണെന്ന് കണ്ടുപിടിക്കായിരുന്നു. ഇവിടെ ചോദിച്ചേക്കുന്നത് ആൺകുട്ടികൾ എത്രയാണെന്നാണ്. ആൺകുട്ടികൾ എത്രയാണെന്ന് ചോദിച്ചാൽ 60% ആൺകുട്ടികൾ, 60% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം 750 കിട്ടും. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ചു. വിജയിച്ച കുട്ടികളുടെ എണ്ണം 60. അപ്പോൾ മക്കളെ, 30% കുട്ടികളാണ് വിജയിച്ചത്. വിജയിച്ചവരുടെ എണ്ണം തന്നിട്ടുണ്ട് 60. 30% കുട്ടികൾ വിജയിച്ചു. വിജയിച്ചവരുടെ എണ്ണം 60. എങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം, പരാജയപ്പെട്ടവർ 70% കുട്ടികളായിരിക്കും. അവരുടെ എണ്ണം കണ്ടുപിടിച്ച ഉത്തരവായി. 30% പേര് വിജയിച്ചു, അവർ 60 പേരാണ്. പരാജയപ്പെട്ടവർ ബാക്കി 70% 70% എത്ര പേർക്ക് തുല്യമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലൂടെ ഉത്തരത്തിലേക്ക് എത്താം. 70 × 60 ഡിവൈഡഡ് ബൈ 30 ചെയ്യാം മക്കളെ. ഇതും വെട്ടിപ്പോയി 2 തവണ. 70 × 2 140 എന്ന് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ ഈ ലോജിക്കും യൂസ് ചെയ്യാം. 30 60 അല്ലേ? 30% 60. അപ്പം 30-ൻ്റെ 2 ഇരട്ടിയല്ലേ 60. അപ്പം 70-ൻ്റെ 2 ഇരട്ടി എടുത്താൽ ഉത്തരം കിട്ടും. 70-ൻ്റെ 2 ഇരട്ടി 140. കണ്ടോ? ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അപ്പം മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെറുതെ സമയം കളയേണ്ട ആവശ്യം വരികയില്ല. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പരീക്ഷയിൽ പാസ്സാവാൻ 36% മാർക്ക് വേണം. മക്കളെ, ഒരു പരീക്ഷയിൽ പാസ്സാവാൻ 36% മാർക്ക് വേണം. 123 മാർക്ക് വാങ്ങിയ കുട്ടി 39 മാർക്കിന് പരീക്ഷയിൽ തോറ്റു. അതായത് 123 മാർക്ക് വാങ്ങിയിട്ടും 39 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 123-ൻ്റെ കൂടെ 39 കൂടെ കൂട്ടുന്നതല്ലേ? 39 കൂട്ടുന്നതായിരിക്കും അല്ലേ? 123 + 39, 9 3 12, 1 3 3 6 വരും, 1 അല്ലേ? 162 അപ്പം പാസ് മാർക്ക്. 123 മാർക്ക് നേടിയ ആൾ 39 മാർക്കിന് തോറ്റുപോയി എന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് 162 മാർക്കാണെന്ന് അർത്ഥം. ഇനി 36% മാർക്ക് വേണം പാസ്സാവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 36% എന്ന് പറയുന്നതാണ് 162 മാർക്ക്. ആകെ മാർക്ക് എത്ര എന്ന് ചോദിച്ചാൽ 100% എന്ന് പറയുന്നത് എത്ര മാർക്കിന് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം. 36% 162 ആണെങ്കിൽ 100% എത്ര നോക്കിയ ഉത്തരവായി. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 100 × 162 ഡിവൈഡഡ് ബൈ 36 മക്കളെ നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ശരിയല്ലേ? നമുക്ക് വെട്ടിക്കളയാലോ. 36ഉം 162 നമുക്ക് 3 വെച്ചങ്ങ് വെട്ടാം.
ശരിയല്ലേ? സോ ഇത് 3 വെച്ച് 12 തവണ, ഇത് 3 വെച്ച് 16ൽ 5 15 വരെ 12ൽ 4 തവണ 54/12 എന്ന് വരും. ശരിയാണോ? വീണ്ടും നമുക്ക് 3 വെച്ച് വെട്ടാം. ഇത് 3 4 തവണ, ഇത് 3 1 24ൽ 8 തവണ അല്ലേ? ഇനി ഈ 4ഉം 100ഉം കൂടെ വെട്ടിക്കളയാം. 25. ഉത്തരം 25 × 18 ആണ് അല്ലേ? 25 × 18 നമുക്ക് 450 കിട്ടും കുഞ്ഞുങ്ങളെ. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 450. ചെയ്തത് ക്ലിയർ ആണല്ലോ? ആണ്. വെട്ടി ചെറുതാക്കുന്നതിൽ മാത്രമേ അവിടെ ഒരു പ്രശ്നമുള്ളൂ. ബാക്കി എളുപ്പമാണ്. കൺസെപ്റ്റ് സോൾവ് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 30% 55% തമ്മിലുള്ള വ്യത്യാസം 2500. കുഞ്ഞുങ്ങളെ, 30% 55% തമ്മിൽ 25% വ്യത്യാസമുണ്ട്. ഈ 25% എന്ന് പറയുന്നതാണ് 2500 അല്ലേ? എങ്കിൽ സംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ 100% എത്ര എന്ന് കണ്ടുപിടിക്കണം. ആണോ? നമുക്കറിയാം 30%വും 55%വും തമ്മിൽ 25% വ്യത്യാസമുണ്ട്. അപ്പോൾ 25%മാണ് 2500. 100% കണ്ട ഉത്തരവായി. ഇത് എത്ര ഇരട്ടിയാ? 100 ഇരട്ടിയല്ലേ മക്കളെ? അപ്പോൾ ഇങ്ങോട്ട് 100 ഇരട്ടി എടുത്താൽ ഉത്തരം കിട്ടും. ഇത്രയേ ഉള്ളൂ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് സമയം കളയണ്ട. അപ്പം നമ്മുടെ ഉത്തരം 10,000 എന്ന് കിട്ടും കുഞ്ഞുങ്ങളെ. 10,000 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്ത ലോജിക്കും യൂസ് ചെയ്യാം കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റഹീമിൻ്റെ വരുമാനത്തേക്കാൾ 20% കുറവാണ് രാജുവിൻ്റെ വരുമാനം. റഹീമിൻ്റെ വരുമാനം രാജുവിൻ്റെ വരുമാനത്തിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ഇതെപ്പോഴും കാണാറുള്ള ഒരു പാറ്റേൺ ആണ് മക്കളെ. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടേ. ഇത്തരം ചോദ്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. ഇത്തരം ചോദ്യങ്ങളിൽ ഒരേ ഒരു സംഖ്യയുള്ളൂ. ആ സംഖ്യ 20 വേറെ ചോദ്യത്തിൽ വേറെ ഒരു സംഖ്യയും കിടപ്പില്ല. നിങ്ങൾ ആ സംഖ്യ 20 അങ്ങ് എഴുതുക. ഓക്കെ, ഡിവൈഡഡ് ബൈ. ഇനി 20 കഴിഞ്ഞ് വരുന്ന വാക്ക് കൂടുതലാണ് എന്നാണോ കുറവാണ് എന്നാണോ നോക്കുക. ഇവിടെ കുറവാണ് എന്നാണ്. കുറവാണ് എന്നാണെങ്കിൽ ആ 20 100നോട് കുറച്ച് താഴെ എഴുതുക. ഇൻറ്റു 100 ആയിരിക്കും മക്കളെ നമ്മുടെ ഉത്തരം. ക്ലിയർ ആണോ ചെയ്ത ടെക്നിക്ക്? ഇത്തരം ചോദ്യങ്ങളിൽ ഒരേ ഒരു സംഖ്യ കാണത്തുള്ളൂ. ആ സംഖ്യ എഴുതുക. ഡിവൈഡഡ് ബൈ. ആ സംഖ്യ കഴിഞ്ഞുള്ള വാക്ക് കൂടുതലാണ് എന്നാണോ കുറവാണ് എന്നാണോ നോക്കുക. കുറവാണെന്നാണെങ്കിൽ 100നോട് കുറച്ച് ആ സംഖ്യ താഴെ എഴുതുക. കൂടുതലാണ് എന്നാണെങ്കിൽ 100നോട് കൂട്ടി ആ സംഖ്യ താഴെ എഴുതുക. ഓക്കെ അല്ലേ? ഇൻറ്റു 100 ആയിരിക്കും ഉത്തരം. യെസ്. അപ്പോൾ ഇവിടെ ഇവനെയും തട്ടിക്കളയാം. 4 100/4 നമ്മുടെ ആൻസർ 25% എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റ് ഉത്തരം. ഇത്തരം പാറ്റേൺ ചോദ്യങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണെന്ന് ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. ഒരേ ഒരു സംഖ്യ കാണത്തുള്ളൂ. അത് കഴിഞ്ഞുള്ള വാക്ക് കൂടുതലാണ് എന്നാണോ കുറവാണ് എന്നാണോ നോക്കുക. കൂടുതലാണെങ്കിൽ 100നോട് കൂട്ടി എഴുതുക. കുറവാണെന്നാണെങ്കിൽ 100ൽ നിന്ന് കുറച്ച് താഴെ എഴുതുക. ഇൻറ്റു 100 ചെയ്യുക. അതായിരിക്കും ഉത്തരം കേട്ടോ. മുന്നോട്ട് പോവാം. ഒരു നഗരത്തിലെ ജനസംഖ്യ ഓരോ വർഷവും 9% വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ ജനസംഖ്യ 6,54,000 അല്ല 65,400 ആണെങ്കിൽ അല്ലേ? ഒരു വർഷം മുൻപ് എന്തായിരുന്നു അല്ലേ? ഒരു നഗരത്തിലെ ജനസംഖ്യ ഓരോ വർഷവും 9% എന്ന നിരക്കിലാണ് വർദ്ധിക്കുന്നത്. 9% എന്ന നിരക്കിലാണ് വർദ്ധിക്കുന്നത്. ഇപ്പോഴത്തെ ജനസംഖ്യ 65,400 എങ്കിൽ ഒരു വർഷം മുൻപ് അല്ലേ മക്കളെ? ഓരോ വർഷവും 9% എന്ന നിരക്കിലല്ലേ വർദ്ധിക്കുന്നത് അല്ലേ? അപ്പം കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യയുടെ 109% ഇപ്പോഴത്തെ ജനസംഖ്യ. അതാണ് 65,400 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യ കാണാൻ 100% എത്ര എന്ന് നോക്കിയാൽ പോരെ? ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഒന്നുകൂടെ പറയട്ടെ. കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യയുടെ 9% വർദ്ധിച്ച ജനസംഖ്യയല്ലേ ഇപ്പം.
അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യയുടെ 109% ഇപ്പോഴത്തെ ജനസംഖ്യ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യയുടെ 109% 65,400. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യ കാണാൻ 100% എത്ര എത്ര പോരെ മക്കളെ? സോ ആൻസർ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ, ഇങ്ങനെ അല്ലേ? 100 ഇൻറ്റു 65,400 അല്ലേ, ഡിവൈഡഡ് ബൈ 109. മക്കളെ ഇത് കറക്റ്റ് വെട്ടിക്കളയാം. ഇത് കറക്റ്റ് 6 തവണയാണ്. 109 ഇൻറ്റു 6 654. അപ്പോൾ 600 കിട്ടും. നമ്മുടെ ഉത്തരം 60,000 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് മനസ്സിലായില്ല, അത്ര അങ്ങ് ശരിയായില്ലെങ്കിൽ നീ ഓർക്കുക, കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യ എക്സ് ആണ്, ഇതിൻ്റെ 109% ഇൻറ്റു 109/100. ഇതാണ് ഇപ്പോഴത്തെ ജനസംഖ്യ. അതെത്രയാ? 65,400. കണ്ടോ? അതിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യ കാണാൻ 65,400 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 109 എന്ന് ചെയ്യാമല്ലോ അല്ലേ? ഇതും വെട്ടിപ്പോയി 600 ഇൻറ്റു 100 ആൻസർ 60,000 എന്ന് കിട്ടുമല്ലോ. സെയിം തന്നെ, ഒന്നും ഒരേ ലോജിക്ക് തന്നെ. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ശരി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരു ഓഫീസിലെ 80% ജീവനക്കാരും സ്ത്രീകളാണ്. ഓക്കെ, ആകെ പുരുഷ ജീവനക്കാരുടെ എണ്ണം 25 ആണ്. 80% ജീവനക്കാരും സ്ത്രീകളാണെങ്കിൽ ബാക്കി 20% ജീവനക്കാർ പുരുഷന്മാരായിരിക്കും. പുരുഷന്മാരുടെ എണ്ണം 25 എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് 20% എന്നത് 25 എന്ന് കിട്ടും. എങ്കിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം എത്രയെന്ന്? അപ്പം ആ ഓഫീസിലെ 20% ജീവനക്കാർ പുരുഷന്മാരാണ്, അവർ 25 പേരാണ്. സ്ത്രീകളുടെ എണ്ണം ചോദിച്ചാൽ 80% സ്ത്രീകൾ അല്ലേ? അപ്പോൾ 80% ഏതിന് തുല്യമാണെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി. ശരിയല്ലേ? ആകെ ജീവനക്കാരുടെ എണ്ണമായിരുന്നെങ്കിൽ 100% കാണണമായിരുന്നു. നമുക്കിവിടെ വേണ്ടത് സ്ത്രീ ജീവനക്കാരുടെ എണ്ണം. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ എത്ര ഇരട്ടിയാണെന്ന് അറിയാമോ എന്ന് നോക്കി. അറിയാവോ? 20 25 ആയാലും എത്ര ഇരട്ടിയാണെന്ന് അറിയത്തില്ല. ശരി, കുഴപ്പമില്ല. താഴേക്ക് എത്ര ഇരട്ടിയാണോ എന്ന് അറിയാമോ എന്ന് നോക്കി. അതെനിക്കറിയാം. ഇത് എത്ര ഇരട്ടിയാണ് മക്കളെ? ഇത് 4 ഇരട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ അതേ 4 ഇരട്ടി ഇങ്ങോട്ട് എടുത്താലും ഉത്തരം കിട്ടും. 25 ഇൻറ്റു 4 ആൻസർ എത്ര കിട്ടും? 100 കിട്ടും. അപ്പോൾ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം 100 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും ഉത്തരം കിട്ടും. 80 ഇൻറ്റു 25/20 എന്നല്ലേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വരുന്നേ. ഇതും വെട്ടിപ്പോയി 4 ഇൻറ്റു 25 100. അത് ഉത്തരം കറക്റ്റാണ്. ഞാൻ പറഞ്ഞത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നിങ്ങൾ ഇത് എത്ര ഇരട്ടിയാണെന്ന് അറിയാമോ നോക്കണം. അറിയത്തില്ലെങ്കിൽ വിട്ടേക്കുക. താഴേക്ക് എത്ര ഇരട്ടിയാണെന്ന് അറിയാമെന്ന് നോക്കുക. ഇത് രണ്ടും അറിയത്തില്ലെങ്കിൽ മാത്രം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. സമയം വെറുതെ പോവില്ലേ? ഇത് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ? അപ്പോൾ വെറുതെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എഴുതി സമയം കളയണ്ടല്ലോ. ആദ്യം ഇത് എത്ര ഇരട്ടിയാണെന്ന് നോക്കുക. അതറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അതറിയത്തില്ലെങ്കിൽ ഇത് എത്ര ഇരട്ടിയാണെന്ന് നോക്കുക. അതറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതും അറിയത്തില്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഒരു രാജ്യത്തെ നിരക്ഷരരുടെ എണ്ണം 8 വർഷത്തിനുള്ളിൽ 15 ദശലക്ഷത്തിൽ നിന്നും 50 ദശലക്ഷമായി കുറഞ്ഞു. കുറയുന്നതിൻ്റെ ശതമാനം എത്രയാണ്? അതായത് ഒരു രാജ്യത്തെ നിരക്ഷരരുടെ എണ്ണം 8 വർഷത്തിനുള്ളിൽ 15 ദശലക്ഷമായിരുന്നു അല്ലേ? 15 ദശലക്ഷമായിരുന്നു. അത് 50 ലക്ഷമായി കുറഞ്ഞു എന്നാണ് അല്ലേ? ഈ 15 ദശലക്ഷം എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? ദശലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. ദശാവതാരം കേട്ടിട്ടില്ലേ? അപ്പം ദശലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 15 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 10 ലക്ഷം എന്ന് വരും. അതായത് 150 ലക്ഷമായിരുന്നു. ഇത് 50 ലക്ഷമായി കുറഞ്ഞു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. 150 ലക്ഷമായിരുന്നു, ഇത് 50 ലക്ഷമായി കുറഞ്ഞു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, എങ്കിൽ കുറയുന്നതിൻ്റെ ശതമാനം എത്രയാണെന്ന ചോദ്യം മക്കളെ. 150 50 കുറഞ്ഞാൽ കുറഞ്ഞത് 100. അത് 150 നിന്നാണ് കുറഞ്ഞത്. അപ്പോൾ ആ 100 150 എത്ര ശതമാനമാണെന്ന് നോക്കണം. 100/150 ഇൻറ്റു 100 അല്ലേ? 150 നിന്നല്ലേ 50 ചുരുങ്ങിയത്.
കുറഞ്ഞത് 100 ആ 100 കുറഞ്ഞത് 150 നിന്നല്ലേ? അപ്പോൾ എത്ര ശതമാനം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ കുറഞ്ഞ 100 150ൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. ഓക്കെ, വെട്ടിക്കളയാം. 50നെ 50 വെച്ച് 2 തവണ, ഇത് 3 തവണ. 200/3 എന്ന് വരും മക്കളെ. 200/3 എന്ന് പറഞ്ഞാൽ 66ഉം 2/3%. ശരിയല്ലേ? സോ നമുക്കറിയാം, വെട്ടിക്കളഞ്ഞ് ചെയ്യാനാണെങ്കിൽ 20ൽ 3 6 തവണ 18 വരെ, ബാക്കി ശിഷ്ടം 2 അല്ലേ? 20ൽ വീണ്ടും 6 തവണ 18 വരെ, ബാക്കി ശിഷ്ടം 2/3. കണ്ടോ? 66ഉം 3ൽ 2% കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 വിദ്യാർത്ഥികളിൽ ഒരു പരീക്ഷയിൽ പങ്കെടുത്തു. അവരിൽ ഒരാൾ മറ്റേയാളേക്കാൾ 9 മാർക്ക് കൂടുതൽ നേടി. മക്കളെ, ഇത് കുറച്ച് നല്ല ചോദ്യമാണ്. യെസ്, അവൻ്റെ മാർക്ക് അവരുടെ മാർക്കിൻ്റെ ആകെ തുകയുടെ 56%. അവർ നേടിയ മാർക്ക് എത്ര? 2 വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു എന്നല്ലേ? ഇത് ഒന്നാമത്തെ ആൾ, ഇത് രണ്ടാമത്തെ ആൾ, ഇങ്ങനെ 2 പേര് പങ്കെടുത്തു. ഒരാളുടെ മാർക്ക് എക്സ് ആണെങ്കിൽ അടുത്തയാളുടെ മാർക്ക് x+9 എന്ന് എടുക്കാമല്ലോ. ഒരാൾ മറ്റേയാളേക്കാൾ 9 മാർക്ക് കൂടുതൽ നേടിയെന്നല്ലേ? അപ്പോൾ ഒരാളുടെ എക്സ് ആണെങ്കിൽ അടുത്തയാളുടെ x+9 ആണ്. ശരി, അവൻ്റെ മാർക്ക്, ആരുടെ? കൂടുതൽ മാർക്ക് നേടിയ ആളുടെ മാർക്ക്, അതായത് x+9 മാർക്ക് കിട്ടിയ ആളുടെ മാർക്ക് അവരുടെ മാർക്കിൻ്റെ 56%. അവരുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ x+9 അല്ലേ? ഇതിൻ്റെ 56% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 56/100 ആയിരുന്നു എന്നല്ലേ മക്കളെ അർത്ഥം? ചെയ്തത് ക്ലിയർ ആണോ? ചെയ്തതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അവൻ്റെ മാർക്ക്, അതായത് കൂടുതൽ മാർക്ക് കിട്ടിയ ആളുടെ മാർക്ക്, അത് x+9. അവരുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ x+9 അടുത്തയാളുടെ, അവരുടെ മാർക്കിൻ്റെ, ഇതാണ് അവരുടെ മാർക്ക്, 56% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 56/100 അല്ലേ? നമുക്ക് ഈ 56/100 ആദ്യം അങ്ങ് വെട്ടിച്ചെറുതാക്കിയാലോ. 56/100 നമുക്ക് 4 വെച്ച് വെട്ടിക്കളഞ്ഞാലോ. 56 4 14 തവണ, 100ൽ 4 25 തവണ. ശരിയല്ലേ? 100ൽ 4 25, 56ൽ 14. ഇനി വെട്ടിക്കളയാൻ പറ്റില്ല അല്ലേ? ഇനി ഞാൻ ഈ 25 ഇങ്ങോട്ട് ഗുണിക്കുമ്പം 25x പ്ലസ് 9 ഇൻറ്റു 25 വരും. അത് 225 ഈസ് ഈക്വൽ ടു 14 അകത്തേക്ക് ഗുണിക്കുമ്പം എക്സും 2x ആണ്. ഈ 2x ഇൻറ്റു 14 എന്ന് പറഞ്ഞാൽ 28x വരും. പ്ലസ് 14 ഇൻറ്റു 9, 14 ഇൻറ്റു 9 126 എന്ന് കിട്ടും. ശരി, ഇനി 25x ഇങ്ങോട്ട് പോകുമ്പം 28x മൈനസ് 25x, അത് 3x എന്ന് കിട്ടും. ശരിയാണോ മക്കളെ? 225 നിന്ന് 126 കുറയ്ക്കുമ്പം നമുക്ക് 99 എന്നും കിട്ടും. സോ അതിൽ നിന്ന് x = 99/3 33 എന്നാണ് കിട്ടുന്നത്. എക്സിൻ്റെ വില 33 ആയിട്ട് കിട്ടും. അപ്പോൾ ഒരാളുടെ മാർക്ക് x അല്ലേ, അതായത് അല്ലേ 33. അടുത്തയാളുടെ മാർക്ക് 9 കൂടുതലല്ലേ, 33 + 9 33ഉം, അടുത്തയാളുടെ മാർക്ക് 33 + 9 വരും, 42ഉം വരും. 33ഉം 42ഉം 33ഉം 42ഉം. സോ ആകെ തുകയുടെ അവർ നേടിയ മാർക്കുകൾ, ഒന്ന് 33, അടുത്തത് 42. കുഞ്ഞുങ്ങളെ, ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ ചെയ്തത്. അതായത് 2 ആളുകൾ, ഒരാൾ മറ്റേയാളേക്കാൾ 9 മാർക്ക് കൂടുതൽ നേടി. അപ്പോൾ ഒരാളുടെ മാർക്ക് x എന്നും അടുത്തയാളുടെ മാർക്ക് x+9 എന്നും ഞാൻ എടുത്തു. ശരി, ഇനി ഈ കൂടുതൽ മാർക്ക് നേടിയ ആളുടെ മാർക്ക് അവരുടെ മാർക്കിൻ്റെ 56% എന്നല്ലേ? ആണ്. അവരുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ x+9, അതിൻ്റെ 56% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 56/100 അല്ലേ? 56 100 വെട്ടിക്കളഞ്ഞു, 4 വെച്ച് വെട്ടാം, 14/25 എന്ന് വരും. യെസ്, ഇനി 25 ഇപ്പുറ സൈഡിലേക്ക് പോകുമ്പോൾ ഗുണിക്കാനാകും. x × 25 25x പ്ലസ് x × 9 225.
ഇനി 14 അകത്തേക്ക് ഗുണിക്കുമ്പം ഇത് 2x ആണ്. 28x പ്ലസ് 126. എക്സ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 28x മൈനസ് 25x 3x കിട്ടും. 126 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 225 മൈനസ് 126 99 എന്ന് കിട്ടും. സോ എക്സിൻ്റെ വില 99/3 33 കിട്ടും. എക്സ് 33 ആണെങ്കിൽ അവരുടെ മാർക്കുകൾ ആദ്യത്തെ ആളുടെ 33, അടുത്ത ആളുടെ 9 കൂടുതൽ 33 പ്ലസ് 9 42. സോ അവരുടെ മാർക്കുകൾ 33ഉം 42ഉം ആയിരുന്നു. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരവായിട്ട് കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഗ്രാമത്തിലെ 50% ആളുകൾ കാർ ഓടിക്കും. സോ 50% ആളുകൾ കാറും 50% ആളുകൾ കാറും 30% ആളുകൾ ഇരുചക്ര വാഹനങ്ങളും 15% ആളുകൾക്ക് കാറും ഇരുചക്ര വാഹനങ്ങളുമുണ്ട് എങ്കിൽ എത്ര ശതമാനം ആളുകൾക്ക് കാറും ഇരുചക്ര വാഹനങ്ങളും ഇല്ല എന്നതാണ് ചോദ്യം. ഓക്കെ, 50% ആളുകൾക്ക് കാറുണ്ട്, 30% ആളുകൾക്ക് ഇരുചക്ര വാഹനങ്ങളുണ്ട്. ഇനി 15% ആളുകൾക്ക് കാറും ഇരുചക്ര വാഹനങ്ങളും ഉണ്ട്. ഇത് രണ്ടും ഇല്ലാത്തവർ എത്ര എന്നാണ്. ഓക്കെ, ഈ ഒരു മോഡൽ ചോദ്യം നമുക്ക് ഇക്വേഷൻ ബേസിൽ ചെയ്യാം മക്കളെ. ഈ കാറുകളുള്ളവർ എക്സും ഇരുചക്ര വാഹനങ്ങളുള്ളവർ വൈയും, ഓക്കെ, രണ്ടും ഉള്ളവർ ഇസഡും ആണെങ്കിൽ രണ്ടും ഇല്ലാത്തവരുടെ എണ്ണം കാണാൻ 100 മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് ചെയ്താൽ മതി. അപ്പോൾ 100 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 50 പ്ലസ് 30 മൈനസ് 15. കണ്ടോ? എസ് 80 മൈനസ് 15 100 മൈനസ് 65 കിട്ടും. ഈക്വൽ ടു 35 നമുക്ക് ആൻസർ കിട്ടും മക്കളെ. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പം കാറുകളുള്ളവർ 50%, അത് എക്സ്. ഇരുചക്ര വാഹനങ്ങളുള്ളവർ 30%, അത് വൈ. രണ്ടുമുള്ളവർ 15%, അത് ഇസഡുമാണെങ്കിൽ 100 മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് ആണ് ഈ രണ്ടും ഇല്ലാത്തവരുടെ ശതമാനം എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഈ രീതിയിൽ ചെയ്യാം. ഇനി ഇതല്ലാതെ നമുക്ക് വെൻ ഡയഗ്രത്തിൻ്റെ ലോജിക്കിലും ഉത്തരം ചെയ്യാവുന്നതാണ്. വെൻ ഡയഗ്രത്തിൻ്റെ ലോജിക്ക് അല്ലേ? എങ്ങനെയാണ് മക്കളെ? അത് ആദ്യം ഞാൻ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ആദ്യം ഞാനൊരു സർക്കിൾ വരച്ചു. ആദ്യം ഒരു സർക്കിൾ വരച്ചു. അതിനെ ഓവർലാപ്പ് ചെയ്ത് അടുത്ത ഒരു സർക്കിളും കൂടെ വരച്ചു. അങ്ങനെ 2 സർക്കിൾ. ആദ്യം ഒരു സർക്കിൾ, അതിനെ ഓവർലാപ്പ് ചെയ്ത് അടുത്തൊരു സർക്കിൾ, അങ്ങനെ 2 സർക്കിൾ വരച്ചു. ഓക്കെ, ആദ്യത്തെ സർക്കിളിൽ വരുന്നവരാണ് കാറ് ഉള്ള ആളുകൾ. രണ്ടാമത്തെ സർക്കിളിൽ വരുന്നവരാണ് ഇരുചക്ര വാഹനങ്ങളുള്ളവർ. നടുക്ക് വരുന്നവരാണ് രണ്ടും ഉള്ളവർ. അത് 15% അല്ലേ? രണ്ടും ഉള്ളവർ 15%. ഓക്കെ, അപ്പോൾ അത് നടുക്ക് രേഖപ്പെടുത്തി 2 കൊണ്ട്. സോ 2 സർക്കിളിൻ്റെയും നടുക്ക് വന്നിട്ടുണ്ട്, അത് 15%. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ സർക്കിളിൽ വരുന്നവരെങ്ങനെയുള്ളവരാ? ഈ സർക്കിളിൽ വരുന്ന ആളുകൾ കാറ് ഉള്ളവരാ, അത് 50%. അപ്പോൾ ഇത് മുഴുവൻ 50%. ഓക്കെ, ഈ സർക്കിളിൽ വരുന്നവർ ഇരുചക്ര വാഹനങ്ങളുള്ളവരാ, അത് 30%. അപ്പോൾ ഇത്രയും 30%. ഓക്കെ, ഈ നടുക്ക് വരുന്നത് രണ്ടിലും ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന പോർഷൻ ആയതുകൊണ്ട് രണ്ടും ഉള്ളവർ അല്ലെങ്കിൽ രണ്ടും യൂസ് ചെയ്യുന്നവരാണ്, അത് 15%. ശരിയല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവരെങ്ങനെയുള്ളവരാ? ഈ പോർഷനിലുള്ളവർ ഇവർ കാറ് മാത്രം ഉള്ളവരാ. ഇവർ കാറ് മാത്രമുള്ളവർ, ഇവർ കാറുള്ളവർ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവർ കാറുള്ളവരാണ്, ഇവർ കാറ് മാത്രമുള്ളവരാണ് അല്ലേ? ആണ്. ഇവർ ബൈക്കുള്ളവരാണ്, ഇവർ ബൈക്ക് മാത്രമുള്ളവരാണ്. ശരി, നമുക്കറിയാം കാറുള്ള 50% പേരുണ്ട്. അപ്പോൾ ഇത് മുഴുവനാണ് 50%. അതിൽ നിന്ന് ഈ 15% കുറച്ചാൽ ബാക്കി വരുന്ന ഇവരായിരിക്കും കാറ് മാത്രമുള്ളവർ. അവരെത്രയാണ് മക്കളെ? അവർ 50-ൽ നിന്ന് 15 കുറച്ചാൽ കിട്ടുന്ന 35% അവർ.
ഇനി ബൈക്ക് മാത്രമുള്ളവരെ എങ്ങനെ കണ്ടുപിടിക്കും? ബൈക്കുള്ളവരാണ് ഈ 30%. അതിൽ ഇത്രയും 15% ആണെങ്കിൽ ഇവിടെ വരുന്നതായിരിക്കും ബാക്കി ബൈക്ക് മാത്രമുള്ളവർ. അത് 15%. കണ്ടോ? അപ്പോൾ ആകെ എന്നത് നമുക്കൊരു സ്ക്വയറിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇതാണ് ആകെയുള്ള 100%. എസ്, അതിൽ ഓരോരുത്തരുടെ എണ്ണം ഞാൻ കണ്ടുപിടിച്ചു. ഇത് കാറ് മാത്രമുള്ളവർ, ഇത് കാറും ബൈക്കും ഉള്ളവർ, ഇത് ബൈക്ക് മാത്രമുള്ളവർ, എല്ലാം കൂടെ കൂട്ടുമ്പം ആകെ 65% ആളുകളാവും. അപ്പോൾ 65% ആളുകൾ ഇതിനിടയ്ക്കുണ്ട്. ബാക്കി 25% ആളുകളാണ് പുറത്ത് വരുന്നവർ. അവരാണ് 35% ആളുകളാണ് പുറത്ത് വരുന്നവർ. അവരാണ് കാറും ഇരുചക്ര വാഹനങ്ങളും ഇല്ലാത്തവർ. ഇതെല്ലാം കൂടെ അകത്തെല്ലാം കൂടെ 65 ഉണ്ട്. അപ്പോൾ ബാക്കി 35% ആളുകൾ ഇതിൽ പെടുന്നവരല്ല. അവർക്ക് കാറും ഇരുചക്ര വാഹനങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇതാണ് വെൻ ഡയഗ്രം ഉപയോഗിച്ച് കണക്ക് ചെയ്യുന്ന രീതി. ആദ്യത്തെ മെത്തേഡ് ഇക്വേഷൻ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് വെൻ ഡയഗ്രം മെത്തേഡാണ്. വെൻ ഡയഗ്രം മെത്തേഡ് ഞാൻ ഒന്നുകൂടെ പറയാം മക്കളെ, നിങ്ങൾക്കൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി. ആദ്യം ഒരു സർക്കിൾ വരച്ചു, അതിനെ ഓവർലാപ്പ് ചെയ്ത് അടുത്ത സർക്കിൾ വരച്ചു. അങ്ങനെ 2 സർക്കിള് വരച്ചു. ആദ്യത്തെ സർക്കിളിൽ വരുന്നവർ കാറ് ഉള്ളവരും രണ്ടാമത്തെ സർക്കിളിൽ വരുന്നവർ ഇരുചക്ര വാഹനങ്ങളുമുള്ളവരും നടുക്ക് വരുന്നവർ രണ്ടും യൂസ് ചെയ്യുന്നവരുമാണ്. രണ്ടും യൂസ് ചെയ്യുന്നത് 15% തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ഭാഗം 15ആണ്. ഇനി ഈ പോർഷൻ കാറ് മാത്രം ഉള്ളവരും ഈ പോർഷൻ കാറുള്ളവരുമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാറ് മാത്രമുള്ളവർക്ക് വേറൊരു വാഹനങ്ങളും പാടില്ല. പക്ഷെ കാറുള്ളവർക്ക് വേറെ ഇരുചക്ര വാഹനം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കണ്ടോ? അപ്പോൾ ഇതാണ് കാറുള്ളവർ, എന്നാൽ ഇതാണ് കാറ് മാത്രമുള്ളവർ. ഈ കാറ് മാത്രമുള്ളവരെ കണ്ടുപിടിക്കാൻ ഇതാണല്ലോ കാറുള്ളവർ. അതിൽ നിന്ന് രണ്ടും ഉള്ളവരെ കുറച്ചാൽ കാറ് മാത്രമുള്ളവരെ കിട്ടും. കണ്ടോ? ഇരുചക്ര വാഹനം മാത്രമുള്ളവരെ ഇവിടെയുള്ളവരെ കണ്ടുപിടിക്കാൻ ഇരുചക്ര വാഹനമുള്ള ഇത്രയും ആളുകളിൽ നിന്ന് രണ്ടുമുള്ളവരെ കുറയ്ക്കണം. സോ 30 നിന്ന് 15 കുറച്ചാൽ ബാക്കി 15ആണ് ഇരുചക്ര വാഹനം മാത്രമുള്ളവർ. അപ്പം ഇത് ഫില്ലായി, ഇത് ഫില്ലായി, ഇത് ഫില്ലായി, എല്ലാം കൂടെ കൂട്ടുമ്പോൾ 65% കിട്ടും. ആകെ 100% അല്ലേ, അതിൽ ഇത്രയും 65%. അപ്പോൾ ബാക്കി 35% ആളുകൾ പുറത്തായിരിക്കും. അവരാണ് രണ്ടും ഇല്ലാത്തവർ. ഇതാണ് മക്കളെ വെൻ ഡയഗ്രം മെത്തേഡ്. കേട്ടോ? ശരി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഇതും നല്ല ചോദ്യമാണ്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട് അല്ലേ? യെസ്. എക്സിൻ്റെ 40% വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എക്സ് 100 എന്നെടുത്താൽ വൈ 40 ആയിരിക്കും. കാരണം എക്സ് എത്രയാണോ അതിൻ്റെ 40% വൈ. അപ്പോൾ എക്സ് 100 ആണെങ്കിൽ വൈ 40 ആയിരിക്കും. ശരി, ഇനി എക്സ് പ്ലസ് വൈ എന്നത് ഇസഡിൻ്റെ 70%. എക്സ് പ്ലസ് വൈ എന്നത് മക്കളെ, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 140 അല്ലേ? ഇത് ഇസഡിൻ്റെ 70% എന്നല്ലേ അവർ പറഞ്ഞേക്കുന്നത്? ഇസഡിൻ്റെ എത്ര ശതമാനമാണ്? ഇസഡിൻ്റെ 70%. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, ആണോ? ഇസഡിൻ്റെ 70% എക്സ് പ്ലസ് വൈ. അപ്പം 140 എന്ന് പറയുന്നത് ഇസഡിൻ്റെ 70% ആണ്. അപ്പം 100% കണ്ടാൽ ഇസഡ് എത്രയാണെന്ന് കിട്ടുമല്ലോ? കിട്ടും. എന്ത് ചെയ്യാം നമുക്ക്? ഇത് ഇരട്ടിയല്ലേ മക്കളെ? ഇൻറ്റു 2 ആണ്. അപ്പോൾ ഇങ്ങോട്ട് 2 ഇരട്ടി എടുത്താൽ പോരെ? എസ്. അപ്പോൾ ഇത് 200 അല്ലേ? ആണ്. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ 200 ആണെന്ന് കിട്ടില്ലേ? ഇനി ചോദ്യം, വൈ എന്നത് ഇസഡിൻ്റെ എത്ര ശതമാനമാണ്? 40 എന്നത് 200ൻ്റെ എത്ര ശതമാനമാണെന്നറിയാൻ 40/200 ഇൻറ്റു 100 ചെയ്യണം, ആണോ? ഇതും വെട്ടിപ്പോയി. 5 തവണ 100/5. ആൻസർ എത്ര കിട്ടി? 20% എന്ന ആൻസർ കിട്ടും. ഞാൻ ചെയ്ത മെത്തേഡ് ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, ഒന്നുകൂടെ പറയട്ടെ. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. എക്സിൻ്റെ 40% വൈ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് 100 ആണെങ്കിൽ വൈ 40 ആണെന്ന് അർത്ഥം.
എക്സ് പ്ലസ് വൈ എന്നത് ഇസഡിൻ്റെ 70%. എക്സ് പ്ലസ് വൈ എന്നത് നമ്മൾ എടുത്തത് വെച്ച് നോക്കുമ്പോൾ 140. ഇത് ഇസഡിൻ്റെ 70%. കണ്ടോ? അപ്പോൾ ഇസഡിൻ്റെ 70% എന്ന് പറഞ്ഞാൽ 140. 100% കണ്ടാൽ ഇസഡ് കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇത് 2 ഇരട്ടിയാണ്, ഇങ്ങോട്ട് 2 ഇരട്ടി എടുത്താൽ പരിപാടി തീരും. സോ ഇസഡ് 200 കിട്ടും. വൈ ഇസഡിൻ്റെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 40 200ൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ മതി. 40/200 × 100 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ശരി, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 700ൻ്റെ 20%. സിമ്പിൾ ചോദ്യമാണ് അല്ലേ? 700ൻ്റെ ആണോ? 700ൻ്റെ 20% എത്ര എന്നാണ് ചോദ്യം. 700ൻ്റെ 20% എത്രയാ മക്കളെ? 700ൻ്റെ 20% ചോദിച്ചാൽ 700ൻ്റെ 10% 70. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 140 അല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 700ൻ്റെ 20% 140 എന്ന് കിട്ടും. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 25%-വും 35% തമ്മിലുള്ള വ്യത്യാസം 250 ആണെങ്കിൽ സംഖ്യ ഏത്? മക്കളെ, 25%-വും 35% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10% അല്ലേ മക്കളെ? ഈ 10% എത്രാം തന്നേക്കുന്നേ? 250 എന്ന് തന്നേക്കുന്നേ. അപ്പം സംഖ്യ കാണാൻ പറഞ്ഞാൽ 100% എത്ര എന്നല്ലേ കാണണ്ടേ? 100% എത്ര എന്ന് കാണാൻ നമുക്കറിയാം, ഇത് എത്ര ഇരട്ടിയാ? 25 ഇരട്ടിയാണ് ആണോ? ഇങ്ങോട്ടും 25 ഇരട്ടി എടുത്താൽ പോരെ? ആൻസർ 2500 എന്ന് കിട്ടും. 2500 അല്ലേ? 10% 250, 100% കാണാം. 10ൻ്റെ 25 ഇരട്ടിയാണ്, 100ൻ്റെ 25 ഇരട്ടി എടുത്ത ഉത്തരവായി. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താണെങ്കിലും ഉത്തരം കണ്ടുപിടിക്കാം. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 0.1ൻ്റെ എത്ര ശതമാനമാണ് 0.01? മക്കളെ, 0.1ൻ്റെ, അപ്പം 0.1ൻ്റെ എന്നല്ലേ? 0.1ൻ്റെ എന്ന് പറഞ്ഞാൽ 0.1നെ ആധാരമാക്കി പറയണം. 0.1ൻ്റെ എത്ര ശതമാനമാണ് 0.01 എന്നതാണ് ചോദ്യം. അപ്പോൾ 0.1നെ ആധാരമാക്കിയാണ് പറയണ്ടേ. 0.1ൻ്റെ എത്ര ശതമാനമാണെന്നല്ലേ? അപ്പോൾ 0.1ൻ്റെ എത്ര ശതമാനമാണ് 0.01 എന്നറിയാൻ 0.01 ഡിവൈഡഡ് ബൈ 0.1 ഇൻറ്റു എന്ത് ചെയ്യണം? 100. കണ്ടോ? 0.1ൻ്റെ എത്ര ശതമാനമാണ് 0.01 എന്നാണ് അല്ലേ? അപ്പോൾ 0.01/0.1 ആരെ ആധാരമാക്കിയാണോ പറയുന്നത് അവരെ താഴെ എഴുതണം. ഇവിടെ 0.1നെ ആധാരമാക്കിയാണ് പറയുന്നത്. 0.01 0.1ൻ്റെ എത്ര ശതമാനമാണ്? അപ്പോൾ 0.01/0.1 × 100. ശരിയാണോ? ആണ്. അപ്പോൾ ഈ 0.01 × 100 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. 0.01 × 100 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. 1/0.1 എന്ന് വരും അല്ലേ? 100 കൊണ്ട് ഗുണിക്കാൻ 2 പോയിൻ്റ് വലത്തോട്ട് മാറ്റിയാൽ പോരെ? ഇവിടെ 2 പോയിൻ്റ് വലത്തോട്ട് മാറ്റുമ്പോൾ 1 അല്ലേ വരുന്നത്? 0.01 × 100 1 ആണ്. 1/0.1 എന്ന് വരും. ഇനി ഈ താഴത്തെ പോയിൻ്റ് കളയാൻ മുകളിലും താഴെയും 10 കൊണ്ട് അങ്ങ് ഗുണിക്കാമല്ലോ മക്കളെ. അപ്പം മുകളിൽ 10 എന്നും താഴെ 1 എന്നും വരും. സോ ആൻസർ 10 എന്ന് കിട്ടും. ആൻസർ 10 ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത് ഉത്തരം. ഓക്കെ, അടുത്തത്, ഒരു സംഖ്യയുടെ 30%-വും 20%-വും തമ്മിലുള്ള വ്യത്യാസം 116 മക്കളെ. അതായത് 30%-വും 20% തമ്മിൽ 10% വ്യത്യാസം. അതാണ് 116 എന്ന് തന്നേക്കുന്നത്. ക്ലിയർ അല്ലേ? അതായത് 30%-വും 20% തമ്മിൽ 10% വ്യത്യാസമാണ്. അതാണ് 116 എന്ന് തന്നേക്കുന്നത്. ഇനി ആ സംഖ്യയുടെ 25% എത്ര എന്ന് ചോദിച്ചാൽ ആ സംഖ്യയുടെ 25% എത്ര എന്ന് കണ്ടുപിടിക്കണം അല്ലേ? സോ 10% 116 25% എത്ര എന്ന് കണ്ടുപിടിക്കണം. സോ 25 × 116/10 മക്കളെ ഉത്തരം. എത്ര കിട്ടും? 25 × 116 ചെയ്യുമ്പം നമുക്ക് 2
900 കിട്ടും. ബൈ 10 എന്ന് പറഞ്ഞാൽ 290 ആൻസറായിട്ട് വരും. ആൻസർ ഓപ്ഷൻ സി ആണ്, 290 എന്ന് കിട്ടുന്നത്. 400-ൻ്റെ 22.5% ഡാഷാണ് മക്കളെ. 400-ൻ്റെ 22.5% കാണണം ആണല്ലോ. ഈ 400-ൻ്റെ 22.5% കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആദ്യം മനസ്സിലാക്കുക, 22.5% എന്ന് പറഞ്ഞാൽ 22.5/100 എന്നാണ് അർത്ഥം. കാരണം X% എന്ന് പറഞ്ഞാൽ X/100 ആണ്. എന്താ ഞാൻ പറഞ്ഞേ? X% എന്ന് പറഞ്ഞാൽ X/100 എന്നാണ് അർത്ഥം. അപ്പോൾ 22.5% എന്ന് പറഞ്ഞാൽ 22.5/100 എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം 400-ൻ്റെ 22.5% കാണാൻ 400 × 22.5/100 എന്ന് കിട്ടും. ശരിയാണോ? ഈ 2 പൂജ്യവും പോയി, ഈ 2 പൂജ്യവും പോയി. 4 × 22.5 നമുക്ക് 90 എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 90 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 പ്രസ്താവനകൾ തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ. അതിൽ ആദ്യത്തെ പ്രസ്താവന 22.5-യുടെ അല്ലേ, 22.5-യുടെ 22.5% എന്ന് പറയുന്നത് 5ഉം 16-ൽ 1 പറഞ്ഞേക്കുന്നത്. ഇത് ശരിയാണോ എന്ന് നോക്കണം. ഓക്കെ മക്കളെ, 22.5-യുടെ 22.5% 5ഉം 16-ൽ 1 എന്ന് പറയുന്നത് ശരിയാണോ നോക്കണം. ഓക്കെ, 22.5 എന്നതിനെ അതൊരു മിശ്ര ഭിന്നമല്ലേ, വിഷമഭിന്നമാക്കുമ്പോൾ 45/2 എന്ന് വരും അല്ലേ. 22 × 2 44, 1 45/2 ഇൻറ്റു 22.5%. ഓർക്കുക, 22.5% എന്ന് പറഞ്ഞാൽ എത്ര ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കാം. 22.5% എന്ന് പറഞ്ഞാൽ 45/2% തുല്യമാണ് അല്ലേ. കാരണം 22 എന്ന് പറഞ്ഞാൽ 45/2 ആണ്. 22.5% 45/2%. ശതമാന ചിഹ്നം മാറ്റാൻ 100 ചെയ്താൽ പോരെ. അപ്പം 45/2 ÷ 100 ആണോ? അതായത് 45/200 എന്ന് കിട്ടും. ഈ താഴെ കിടക്കുന്ന 100 തിരിഞ്ഞു വരും, ഹരിക്കാനുള്ള നിയമം. അപ്പോൾ 1/100 എന്നാകും. അപ്പം 45/200. ഇത് 5 വെച്ച് വെട്ടിക്കളയുമ്പോൾ ഇത് 9 തവണ, ഇത് ഈ 40 തവണ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 22.5% എന്ന് പറഞ്ഞാൽ 9/40ക്ക് തുല്യമാണ്. അപ്പം 22.5% കാണാൻ ഇൻറ്റു 9/40 40 ചെയ്താൽ മതി. ഓക്കെ, സോൾവ് ചെയ്യാൻ നേരത്ത് 5 വെച്ച് വെട്ടുമ്പം ഇത് 8 തവണ, 5 വെച്ച് വെട്ടുമ്പം ഇത് 9 തവണ. 9 × 9 81/16 എന്ന് കിട്ടും മക്കളെ ആൻസർ. സോ 81/16 എന്ന് പറഞ്ഞാൽ 5ഉം 16-ൽ 1 തന്നെയാണ്. അപ്പം പ്രസ്താവന 1 ശരിയാണ് എന്ന് മനസ്സിലാക്കാം. പ്രസ്താവന 1 ശരിയാണ്. ശരി, രണ്ടാമത്തെ പ്രസ്താവനയിലേക്ക് വരുമ്പം രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് 33ഉം 3/1 അല്ലേ, 33ഉം 3/1 33ഉം 3/1% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് 11ഉം 9/1 അത് ശരിയാണോ എന്നാണ് ചോദ്യം. 33ഉം 3/1 എന്ന് പറഞ്ഞാൽ 99 + 1 100/3 ആണ്. 100/3 ഇൻറ്റു 33ഉം 3/1% എന്ന് പറഞ്ഞാൽ, ഓർക്കുക, ഒരു സംഖ്യയുടെ 31ഉം 3/1% കാണാൻ ആ സംഖ്യ ഇൻറ്റു 1/3 ചെയ്താൽ മതി. ഒരു സംഖ്യയുടെ 11ഉം 9/1% കാണാൻ ആ സംഖ്യ ഇൻറ്റു 1/9 ചെയ്താൽ മതി. ഒരു സംഖ്യയുടെ 66ഉം 3/2% കാണാൻ ആ സംഖ്യ ഇൻറ്റു 2/3 ചെയ്താൽ മതി. ഇത് നമ്മൾ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ 33ഉം 3/2% കാണാൻ സംഖ്യ ഇൻറ്റു 1/3. കണ്ടോ മക്കളെ, ഇത് നമുക്ക് 100/3 എന്ന് കിട്ടില്ലേ. 100/3 എന്ന് പറഞ്ഞാൽ 11 1/9 അല്ലേ. 100/9 എന്ന് വരും അല്ലേ.
100/9 എന്ന് വരും. 100/9 എന്ന് പറഞ്ഞാൽ 11 1/9 ആണ്. സോ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണെന്നുള്ളതാണ് ഉത്തരവായിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ? ശരി, മുന്നോട്ട് പോവാം. 23ാമത്തെ ചോദ്യം, എക്സ് മൈനസ് വൈയുടെ 60% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 60/100 അല്ലേ? ഇതും എക്സ് പ്ലസ് വൈയുടെ 40% തുല്യം ഇൻറ്റു 40/100 അല്ലേ? ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് മൈനസ് വൈയുടെ 60%വും എക്സ് പ്ലസ് വൈയുടെ 40%വും തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് എക്സിൻ്റെ എത്ര ശതമാനമാണ് വൈ എന്ന് കണ്ടുപിടിക്കണം. മക്കളെ, ഞാൻ ആദ്യം ഈ 100ഉം തട്ടിക്കളഞ്ഞു. കാരണം സമത്തിൻ്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്നതാണ്, ഒരേപോലെ കിടക്കുന്നത്, വെട്ടിക്കളയാം. രണ്ടും താഴെയാണ്, വെട്ടിക്കളയുന്നതിന് കുഴപ്പമില്ല. ഈ 60 കൊണ്ട് അകത്തേക്ക് ഗുണിക്കുമ്പം 60x മൈനസ് 60y എന്ന് വരും. ശരി, ഈ 40 കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കുമ്പം 40x പ്ലസ് 40y എന്ന് വരും. ഓക്കെ അല്ലേ? ശരി മക്കളെ, ഇനി ഇതിങ്ങോട്ട് വരുമ്പം 60x മൈനസ് 40x 20x എന്ന് കിട്ടും അല്ലേ? 40y പ്ലസ് 60y അങ്ങോട്ട് പോകും അല്ലേ? 60y പ്ലസ് 60y ആയിട്ട് മാറും. സമത്തിൻ്റെ അപ്പുറം 100y എന്ന് കിട്ടും. ആണോ? അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ എടുക്കാൻ മേലേ y ഈസ് ഈക്വൽ ടു 20/100x എന്ന് കിട്ടും ഇല്ലേ? 100 എക്സിൻ്റെ താഴേക്ക് വന്നാൽ 20/100 ആകും. y ഈക്വൽ 20/100x എന്ന് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? y എന്ന് പറഞ്ഞാൽ 20% ഓഫ് എക്സ് എന്നല്ലേ? 20% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 20/100x അല്ലേ 20% എക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ എത്ര ശതമാനമാണ് വൈ എന്ന് ചോദിച്ചാൽ എക്സിൻ്റെ 20% വൈ എന്ന് കിട്ടും. കണ്ടോ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ചെയ്ത രീതി സംശയമുണ്ടോ? 20x ഈക്വൽ 100y എന്ന് കിട്ടും. y ഈക്വൽ 20/100x എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം 20/100 എന്ന് പറഞ്ഞാൽ 20% എന്നല്ലേ അർത്ഥം. അപ്പം അതിൻ്റെ അർത്ഥം y എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ 20% ആണെന്നല്ലേ മക്കളെ? അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 25% ആ സംഖ്യയുടെ 1/3 കുറവാണ്. മക്കളെ, ഒരു സംഖ്യ എന്നുള്ളത് ഞാൻ എക്സ് എന്ന് എടുത്തു. ആ സംഖ്യയുടെ 25% എന്നുള്ളത് x/4 എന്ന് എടുത്തു. ക്ലിയർ അല്ലേ? ഒരു സംഖ്യ എന്നുള്ളത് ഞാൻ എക്സ് എന്ന് എടുത്തു, സംഖ്യയുടെ 25% എന്നുള്ളത് x/4 എന്ന് എടുത്തു. ഓക്കെ, സംഖ്യയുടെ 25% എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ 1/3 അപ്പം x/3 8 കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? ഞാൻ ഇക്വേറ്റ് ചെയ്ത് കണ്ടോ? സംഖ്യ എക്സ് ആണെങ്കിൽ സംഖ്യയുടെ 25%, ഏതൊരു സംഖ്യയുടെ 25% കാണാൻ സംഖ്യ /4 ചെയ്താൽ മതി. അപ്പം എക്സിൻ്റെ 25% കാണാൻ x/4, അതാണ് സംഖ്യയുടെ 25%. ഇത് സംഖ്യയുടെ 1/3 സംഖ്യയുടെ 1/3 എന്ന് പറഞ്ഞാൽ x/3 8 കുറവാണ്, -8. കണ്ടോ? ഇനി ഇവൻ ഇങ്ങോട്ട് വരും. അപ്പോൾ എങ്ങനെ വരും? x/4 മൈനസ് x/3 എന്ന് വരും. ഈസ് ഈക്വൽ ടു, ഓക്കെ, നമുക്ക് x/4 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, കാരണം അതാണ് ചെറിയ സംഖ്യ. അപ്പം ഈ -8 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ? -8 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഞാൻ ഈ -8 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഇവനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പം -8 + 8 ആയിട്ട് മാറും. x/3 എന്നുള്ളത് അവിടെ ഇട്ടു, x/4 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം പ്ലസ് x/4 മൈനസ് x/4 ആയി. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമല്ലോ. 4x മൈനസ് 3x ഡിവൈഡഡ് ബൈ 12 ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. ആണോ മക്കളെ? അപ്പം എനിക്ക് മനസ്സിലായി. 12 ഇങ്ങോട്ട് വരുമ്പം 8 × 12 96 ഈക്വൽ ടു 1x അല്ലെങ്കിൽ x എന്ന് കിട്ടും. അപ്പോൾ ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 96 ആണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ് പരീക്ഷയിൽ 15 പേർക്ക് 50-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു. ഇതാണ് 50 മാർക്ക്. 50-ൽ കൂടുതൽ മാർക്ക് ലഭിച്ച 15 പേരുണ്ട്. ഇത് 15 ആളുകളാണേ. 23 പേർക്ക് 50-ൽ താഴെ എന്നാൽ 10-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു. 10-ൽ കൂടുതൽ മാർക്കുണ്ട് എന്നാൽ 50-ൽ താഴെയാണ്. 10-ൽ കൂടുതൽ എന്നാൽ 50-ൽ താഴെ. അങ്ങനെയുള്ളത് എത്ര പേരുണ്ട്? 23 പേരുണ്ട്. 50-ൽ താഴെ എന്നാൽ 10-ൽ കൂടുതൽ. ശരി,
ഇനി ബാക്കി 12 വിദ്യാർത്ഥികൾക്ക് 10-ൽ താഴെ മാർക്ക് ലഭിച്ചു. ഓക്കെ, 10-ൽ താഴെ മാർക്ക് ലഭിച്ച 12 വിദ്യാർത്ഥികളും ഉണ്ട് ഇങ്ങനെ. അപ്പോൾ 50-ൽ കൂടുതലുള്ള 15 പേര്, 50-നും 10-നും ഇടയിലുള്ള 23 പേരുണ്ട്, 10-ൽ താഴെ മാർക്കുള്ള 12 പേരുണ്ട്. ചോദ്യം: എത്ര ശതമാനം വിദ്യാർത്ഥികൾക്ക് 10-നും 50-നും ഇടയിൽ മാർക്ക് ലഭിച്ചു? 10-നും 50-നും ഇടയിൽ മാർക്ക് ലഭിച്ചത് 23 പേരാ. അവരെത്ര ശതമാനം എന്നാ? അപ്പോൾ അവരാകെയുള്ളതിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം അല്ലേ. ആകെയുള്ളത് എത്ര പേരാ മക്കളെ? 15-ഉം 23-ഉം 12-ഉം. ശരിയല്ലേ? 23-ഉം 12-ഉം നമുക്കറിയാം 35ആണ്. 35 + 15 50ആണ്. അപ്പോൾ ആകെ 50 പേരുണ്ട്. അതിൽ 23 ആളുകൾ 10-നും 50-നും ഇടയ്ക്ക് മാർക്കുണ്ട്. അപ്പോൾ അത് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 23/50 × 100 അല്ലേ. 23 ആളുകൾക്ക് 50-നും 10-നും ഇടയിൽ മാർക്കുണ്ട് അല്ലേ. അവർ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ അവരാകെ 50 പേരാ ഉള്ളത്. 23 50-ൻ്റെ എത്ര ശതമാനമാണെന്ന് അറിയണം. 23/50 × 100. ഇതും വെട്ടിപ്പോയി 2. ആൻസർ 46% പേര്. 46% പേർക്ക് ആണ് 10-നും 50-നും ഇടയിൽ മാർക്കുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഏത് സംഖ്യയുടെ 40% 32? ഏതോ ഒരു സംഖ്യയുടെ 40% 32 എന്നെടുത്തു. അത് ഏത് സംഖ്യയുടെയാണെന്നറിയാം. 40% 32 100% എത്ര എന്ന് നോക്കിയാൽ ഉത്തരവായി അല്ലേ. 40% 32 സംഖ്യ കാണാൻ 100% എത്ര എന്ന് നോക്കണം. അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 × 32 / 40 അല്ലേ. ഈ 0 വെട്ടിക്കളയാം. 4-ഉം 32-ഉം വെട്ടിക്കളയാം. 8. ആൻസർ 80 80 എന്ന സംഖ്യയുടെ 40% 32. അടുത്ത ചോദ്യം: 600-ൻ്റെ 8%. മക്കളെ, 600-ൻ്റെ 8% കാണാൻ 600-ൻ്റെ 8% കാണാൻ 600 × 8/100 അല്ലേ. ഈ 2 0 പോയി 6 8 48 എന്ന് കിട്ടും. ശരിയാണോ? ഇനി മനക്കണക്കായിട്ട് ചെയ്യാം. 600-ൻ്റെ 1% 6ആണ്. അപ്പോൾ 8% 6 8 48ആണ്. ഒരു സംഖ്യയുടെ 35%-ഉം 30%-ഉം തമ്മിൽ 8-ൻ്റെ വ്യത്യാസമുണ്ട്. മക്കളെ, 35%-ഉം 30%-ഉം തമ്മിൽ നമുക്കറിയാം 5%-ൻ്റെ വ്യത്യാസമുണ്ട്. ആണോ? ഇത് 8 ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 35%-ഉം 30%-ഉം തമ്മിൽ 8-ൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ 5% അതിൻ്റെ ഡിഫറൻസ്. അത് 8 അർത്ഥം. എങ്കിൽ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ 100% എത്ര എന്ന് കണ്ടുപിടിക്കണം. ശരിയല്ലേ മക്കളെ? അതായത് 5% എന്ന് പറഞ്ഞാൽ 8ആണ്. 100% എത്ര എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 × 8 / 5 നമ്മുടെ ഉത്തരം. 5ഉം 100ഉം വെട്ടിക്കളയാം. 20 20 × 8 160 എന്ന് ഉത്തരവായിട്ട് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: 80% ഡാഷ് ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക. X% എന്ന് പറഞ്ഞാൽ X/100 എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ 80% എന്ന് പറഞ്ഞാൽ 80/100 എന്നാണ് അർത്ഥം. 80/100 വെട്ടിക്കളയുമ്പം 4/5 എന്ന് കിട്ടും. അപ്പോൾ 80% എന്ന് പറഞ്ഞാൽ 4/5 എന്ന ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം: ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു? ആകെ 50% ആപ്പിളല്ലേ വിറ്റത്. 50% ആപ്പിൾ വിറ്റാൽ ഇനി 50% ആപ്പിൾ ബാക്കിയുണ്ട്. അതാണ് 450 എന്ന് പറയുന്നത്. അപ്പോൾ ആകെ ആപ്പിളുകൾ എന്ന് പറഞ്ഞാൽ 100% അല്ലേ മക്കളെ. 50% 450 ആണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ 900 അല്ലേ. സോ ചോദ്യത്തിൻ്റെ ആൻസർ 900 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 50% പകുതി എന്ന് പറഞ്ഞാൽ 450. അപ്പം ആകെ എന്ന് പറഞ്ഞാൽ 900 അല്ലേ. സോ ആകെ ആപ്പിളുകൾ 900 ആണ്.
അടുത്ത ചോദ്യം 200-ൻ്റെ 20% എത്ര? മക്കളെ 200-ൻ്റെ 20% എത്ര എന്ന് നോക്കണം. 200-ൻ്റെ 10% 20 അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 40. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7% ഓഫ് എ നമ്പർ ഈസ് 35. വാട്ട് ഈസ് ഇറ്റ് 25%? ഒരു നമ്പറിൻ്റെ 7% എന്ന് പറഞ്ഞാൽ 35 ആണ് എങ്കിൽ അതിൻ്റെ 25% 25% എന്ന് പറഞ്ഞാൽ എത്ര എന്ന് നോക്കണം. മക്കളെ ഇത് എത്ര ഇരട്ടിയാ? 5 ഇരട്ടി. അപ്പോൾ ഇങ്ങോട്ട് എത്ര ഇരട്ടി എടുത്താൽ മതി? 5 ഇരട്ടി എടുത്താൽ മതി. ആൻസർ 125 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. 25 × 35/7 ഇങ്ങനെ ചെയ്താലും മതി. ഇതും വെട്ടിപ്പോയി 5 × 25 125 എന്ന് ഉത്തരം കിട്ടും. ഇങ്ങനെ 2 രീതിയിലും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ? 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ? അപ്പം 75 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 5 മീറ്ററിൻ്റെ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 500 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 500 സെൻറ്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണെന്നറിയാൻ 75 ഡിവൈഡഡ് ബൈ 500 × 100 ആണ്. 75 ഡിവൈഡഡ് ബൈ 500 × 100 ഇതും വെട്ടിപ്പോയി. ആൻസർ 15% എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ എന്നാണ്? 75 സെൻറ്റിമീറ്റർ 5 മീറ്ററിൻ്റെ 5 മീറ്റർ 500 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 75 സെൻറ്റിമീറ്റർ 500 സെൻറ്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണെന്നറിയാൻ 75/500 × 100 ആണ് ചെയ്യേണ്ടത് കേട്ടോ. ആൻസർ 15%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12.5% പകുതിയുടെ ദശാംശ രൂപം. മക്കളെ 12.5% പകുതി എന്ന് പറഞ്ഞാൽ 6.25% ആണ് അല്ലേ? 12.5% പകുതി 6.25% ആണ്. ഇതിൻ്റെ ദശാംശ രൂപം കാണാൻ പറഞ്ഞാൽ 6.25 ഡിവൈഡഡ് ബൈ 100 ആണ്. ശരിയല്ലേ? അതായത് 100 കൊണ്ട് ഹരിക്കാൻ 2 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം. 0.0625 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കാരണം നമ്മൾ പഠിച്ചു X% എന്ന് പറഞ്ഞാൽ X/100 ആണ്. അങ്ങനെയാണെങ്കിൽ 6.25% എന്ന് പറഞ്ഞാൽ 6.25/100 ആണ്. ഒരു സംഖ്യയെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഈ പോയിൻ്റ് 2 എണ്ണം ഇടത്തോട്ട് മാറുമ്പം 0.0625 എന്ന ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.01-ൻ്റെ എത്ര ശതമാനമാണ് 0.001 അല്ലേ? അതായത് 0.001 എന്നത് 0.01-ൻ്റെ എത്ര ശതമാനമാണെന്ന് അറിയണം. അതറിയാൻ 0.001 ഡിവൈഡഡ് ബൈ 0.01 × 100 ചെയ്താൽ മതി. ശരിയല്ലേ മക്കളെ? 0.001 എന്നത് 0.01-ൻ്റെ ഇതിൻ്റെ എത്ര ശതമാനമാണ് ഇതെന്നറിയണം. ഏതിനെ ആധാരമാക്കിയാണോ പറയുന്നത് അത് താഴെ എഴുതണം. 0.01-ൻ്റെ എത്ര ശതമാനമാണ് 0.001 എന്ന് ചോദിച്ചാൽ 0.01 താഴെ എഴുതണം, 0.001 മുകളിൽ എഴുതണം. കണ്ടോ? അപ്പോൾ 0.001/0.01 × 100 ആണ്. ഇത് ചെയ്യുമ്പം നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യുമ്പം നമ്മൾ 100 കൊണ്ട് ഗുണിക്കുമ്പം നമുക്ക് 0.1 എന്നല്ലേ കിട്ടുന്നത്? 0.001 × 100 എന്ന് പറഞ്ഞാൽ 0.1/0.01 എന്ന് കിട്ടും. പോയിൻ്റ് കളയാൻ മുകളിലും താഴെയും നമുക്ക് 100 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഇത് 100, സോ ഇത് 100 കൊണ്ട് ഗുണിക്കുമ്പം മുകളിൽ 10 വരും, താഴെ 1 വരും. ആൻസർ 10% എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയട്ടെ.
ചോദ്യം 0.01 എത്ര ശതമാനമാണ് 0.001? 0.01 അപ്പോൾ ഇതിനെ ആധാരമാക്കി പറയണം. അപ്പോൾ 0.001/0.01 × 100 ചെയ്യണം അല്ലേ. ഞാൻ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിൽ കിടക്കുന്ന 0.001 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 0.1 വരും, താഴെ 0.01 ഉണ്ട്. പോയിൻ്റ് കളയാൻ താഴെ 100 കൊണ്ട് ഗുണിച്ചു, മുകളിൽ 100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ മുകളിൽ 0.1 × 100 10 വരും, താഴെ 0.01 × 100 1 എന്ന് വരും. 10/1 എന്ന് പറഞ്ഞാൽ ആൻസർ 10 ആണ്. അങ്ങനെയാണ് നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത്? 10% എന്ന് കിട്ടുന്നത്. ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 55% പെൺകുട്ടികളാണ്. സോ ഒരു സ്കൂളിലെ കുട്ടികളിൽ 55% പെൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബാക്കിയുള്ള 45% ആരായിരിക്കും? ആൺകുട്ടികളായിരിക്കും അല്ലേ. അപ്പോൾ ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ 55% പെൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ബാക്കി 45% ആൺകുട്ടികളാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് പെൺകുട്ടികളിൽ 90% പേര് ജയിച്ചു എങ്കിൽ 10% പേര് തോറ്റു കാണും അല്ലേ. ആൺകുട്ടികളിൽ 80% പേര് ജയിച്ചെങ്കിൽ ബാക്കി 20% പേര് തോറ്റു കാണും അല്ലേ. തോറ്റ കുട്ടികൾ എത്ര ശതമാനം എന്നാണ് കണ്ടുപിടിക്കണ്ടേ? ഒന്നുകൂടെ പറയാം. സ്കൂളിൽ 55% പെൺകുട്ടികളാണ്, ബാക്കി 45% ആൺകുട്ടികളാണ്. 90% പെൺകുട്ടികൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്കൂളിലെ പെൺകുട്ടികളുടെ 10% പേര് തോറ്റു എന്നാണ്. 80% ആൺകുട്ടികൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി 20% ആൺകുട്ടികൾ തോറ്റു എന്നർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കണ്ടുപിടിക്കാം. 55% ഉള്ളതിൽ 10% പെൺകുട്ടികൾ തോറ്റു. 55ൻ്റെ 10% 5.5%. അപ്പോൾ തോറ്റ പെൺകുട്ടികൾ 5.5%. ഇനി ആൺകുട്ടികൾ 45% ഉള്ളതിൽ 20% തോറ്റു. 45ൻ്റെ 10% 4.5, 20% എന്ന് പറഞ്ഞാൽ 9 അപ്പോൾ 9% ആൺകുട്ടികൾ തോറ്റത്. അപ്പോൾ ആകെ തോറ്റ കുട്ടികൾ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 5.5%, 9% കൂട്ടിയാൽ 14.5% എന്ന് കിട്ടും. കുഞ്ഞുങ്ങളെ, ഇതാണ് ഉത്തരവായിട്ട് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇതിന് 1600 കുട്ടികൾ എന്നുള്ളത് നമ്മളുടെ സമയം കളയാൻ വേണ്ടി, നമ്മളെ പറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഈ കണക്ക് ചെയ്യാൻ ആക്ച്വലി അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഒരു റൗണ്ട് കൂടെ പറയട്ടെ. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണേ. അതായത് പെൺകുട്ടികൾ സ്കൂളിൽ 55% എന്ന് ആദ്യം തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ബാക്കിയുള്ള 45% ആൺകുട്ടികളാണ്. പെൺകുട്ടികളിൽ 90% പേര് ജയിച്ചെങ്കിൽ 10% പേര് തോറ്റു കാണും. ആൺകുട്ടികളിൽ 80% പേര് ജയിച്ചെങ്കിൽ ബാക്കി 20% പേര് തോറ്റു കാണും. തോറ്റവർ ആകെ എത്ര ശതമാനം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്? പെൺകുട്ടികളിൽ 55% ഉള്ളതിൽ 10% തോറ്റെങ്കിൽ 55ൻ്റെ 10% 5.5%. ഓക്കെ, 45ൻ്റെ 20% 9%. അപ്പോൾ ആകെ തോറ്റത് 9% പ്ലസ് 5.5%, 14.5% കുട്ടികളാണ് ആകെ തോറ്റത്. അടുത്ത ചോദ്യം, എയുടെ 30%, ബിയുടെ 20% ആയാൽ A+B = B-A എത്രയാണ് അല്ലേ? സോ എയുടെ 30% എന്ന് പറഞ്ഞാൽ A × 30/100 എന്നാണ് കിട്ടുന്നത്. ആണോ മക്കളെ? ഇതാണ് ബിയുടെ 20%. ബിയുടെ 20% എന്ന് പറഞ്ഞാൽ B × 20/100 ആണ് അല്ലേ. എയുടെ 30% എന്ന് പറഞ്ഞാൽ A × 30/100, ബിയുടെ 20% എന്ന് പറഞ്ഞാൽ B × 20/100. ഓക്കെ, ഓപ്പോസിറ്റ് കിടക്കുന്ന 100 2 വെട്ടിക്കളയാം അല്ലേ. ഇതിനെയും 10 വെച്ച് വെട്ടാം. അപ്പോൾ ഇത് 3 എന്നും ഇത് 2 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് 3A = 2B എന്ന് കിട്ടും. ഓക്കെ, സമത്തിൻ്റെ അപ്പുറേ ഇപ്പുറേ ഒരേപോലെ കിടക്കുന്ന വെട്ടിക്കളയാവേ, അതുകൊണ്ട് 100 100 വെട്ടിക്കളഞ്ഞു.
ഇനി 30 20 20 10 വെച്ച് വെട്ടാം 3 തവണ 2 തവണ. അപ്പോൾ 3a = 2b എന്ന് വരും. അതിൽ നിന്ന് a/b = 2:3 എന്ന് കിട്ടും. ഓക്കെ, a/b = 2:3. ഇനി a+b കാണണം. a+b എന്ന് പറഞ്ഞാൽ നമ്മളെ a+b b - a അല്ലേ കാണണ്ടേ. a+b എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം കൂട്ടുക 5. b - a എന്ന് പറഞ്ഞാൽ 3ൽ നിന്ന് 2 കുറയ്ക്കുക 1. സോ ആൻസർ 5:1 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 5:1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയങ്ങളിലും 15% തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര? ഓക്കെ, അപ്പം 40% പേര് ഇംഗ്ലീഷിന് പരാജയപ്പെട്ടവരാ, അത് എക്സും. ഓക്കെ, ഇനി 53% പേര് ഗണിതത്തിന് പരാജയപ്പെട്ടവരാ, മാത്സിന്, അത് വൈയും. ഇനി 15% പേര് 2നും പരാജയപ്പെട്ടവരാ, ഇംഗ്ലീഷിനും മാത്സിനും, അത് ഇസഡും ആണെങ്കിൽ 2നും വിജയിച്ചവരുടെ ശതമാനം കാണാൻ 100 - x + y - z ചെയ്താൽ മതി എന്നൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 100 - x എത്രയാണ് മക്കളെ? 40 + 53 - 15 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ഇത് 93 - 15 എന്ന് വരും അല്ലേ. 93 - 15 എന്ന് പറഞ്ഞാൽ നമുക്ക് 78 എന്ന് കിട്ടും. അപ്പം 100 - 78 = 22 എന്നാണ് ആൻസർ കിട്ടുന്നത്. 22%. ആൻസർ ഓപ്ഷൻ ഡി ആണ് കിട്ടുന്നത്. ഇത് ഇക്വേഷൻ വൈ ചെയ്യുന്ന മെത്തേഡാണ്. ഇങ്ങനെ ഇക്വേഷൻ വൈ ചെയ്യാം. ഒരെണ്ണം എക്സ് ഒരെണ്ണം വൈ, രണ്ടും കൂടി ഉള്ളത് ഇസഡുമായിട്ട് എടുത്താൽ 100 - x + y - z ചെയ്താൽ മതി എന്ന് ഓർക്കാം. ഓക്കെ, ഇനി ഇതല്ലെങ്കിൽ വെൻ ഡയഗ്രം ഉപയോഗിച്ചും ഈ ഉത്തരം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതായത് ആദ്യത്തെ ഒരു സർക്കിൾ വരയ്ക്കുക, അതിനെ ഓവർലാപ്പ് ചെയ്ത് അടുത്ത സർക്കിൾ വരയ്ക്കുക. എസ്, ഇനി ആദ്യത്തെ സർക്കിളിൽ ഉള്ള ആളുകൾ ഇംഗ്ലീഷിന് ജയിച്ചവരാണ് അല്ലേ, ഇംഗ്ലീഷിന് തോറ്റവരാണ് 40%. ആദ്യത്തെ സർക്കിളിലുള്ളവർ ഇംഗ്ലീഷിന് തോറ്റവർ. ഓക്കെ, രണ്ടാമത്തെ സർക്കിളിലുള്ളവർ മാത്സിന് തോറ്റവർ, നടുക്ക് വരുന്നവർ 2നും തോറ്റവർ, അത് 15%. 2നും തോറ്റവർ 15%. അപ്പം ഇംഗ്ലീഷിന് മാത്രം തോറ്റവരെ കണ്ടുപിടിക്കാം. ഇതാണ് ഇംഗ്ലീഷിന് മാത്രം തോറ്റത്. ഇംഗ്ലീഷിന് തോറ്റ 40%ത്തിൽ നിന്ന് 2നും തോറ്റ 15% കുറച്ചാൽ ഇംഗ്ലീഷിന് മാത്രം തോറ്റവരുടെ ശതമാനം കിട്ടും. അത് 25%. ഓക്കെ, ഇനി മാത്സിന് മാത്രം തോറ്റവരെ കണ്ടുപിടിക്കാം. മാത്സിന് തോറ്റ 53% ആളുകളിൽ നിന്ന് 2നും തോറ്റ 15% ആളുകളെ കുറച്ചാൽ മാത്സിന് മാത്രം തോറ്റവരെ കിട്ടും. അത് 38% അല്ലേ. അപ്പം ഇതും കൂടെ ആകുമ്പം ആകെ എല്ലാം ഫില്ലാകും. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 + 15 + 38 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 78. അപ്പോൾ 78% ആളുകൾ ഇതിനകത്തായിട്ടുണ്ട്. ബാക്കി 22% ആളുകൾ പുറത്താണ്. അവരാണ് 2നും ജയിച്ചവർ. 2നും തോറ്റവർ ഇവിടെ വരും. ഇംഗ്ലീഷിന് മാത്രം തോറ്റവർ ഇവിടെ വരും. മാത്സിന് മാത്രം തോറ്റവർ ഇവിടെ വരും. അപ്പം ബാക്കിയുള്ളവരെല്ലാം 2നും ജയിച്ചവരായിരിക്കും. അവർ പുറത്തായിരിക്കും. അത് 22% ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 75% 15. ഏത് സംഖ്യയുടെ 75% 15? അപ്പം 75% 15 തന്നിട്ടുണ്ട്. ആ സംഖ്യ കാണാൻ 100% എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ മക്കളെ? 75% 15, 100% എത്ര എന്ന് കണ്ടുപിടിക്കണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാലോ. ചെയ്യുമ്പം 100 × 15 / 75 എന്ന് കിട്ടും. ഇതും വെട്ടിപ്പോവും. 5. ആൻസർ 20 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്തത് 9 × 26%. 9 × 26/100. ഓക്കെ, പ്ലസ്
15ൻ്റെ 42%, 15 ഇൻറ്റു 42/100 ഈസ് ഈക്വൽ ടു 27ൻ്റെ x%, 27 ഇൻറ്റു x/100. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കണം. മക്കളെ എല്ലാത്തിലും 100 കോമൺ അല്ലേ? അപ്പം ഇതേ ഈ ഒരു ടേമിൽ 100 കോമണാണ്, 1/100 കോമണാണ്, ഇവിടെ 1/100 കോമണാണ്, ഇവിടെ 1/100 കോമണാണ്. അവനെ പുറത്തെടുക്കുകയാണെങ്കിൽ വെട്ടിക്കളയാൻ എളുപ്പമുണ്ട് അല്ലേ? അപ്പോൾ ആ സ്റ്റെപ്പ് എഴുതണം എന്നില്ല, ഇനി മനസ്സിലാൻ വേണ്ടി ഞാൻ എഴുതിയേക്കാം. 1/100 ഇവിടുന്ന് ആദ്യത്തേതിൽ നിന്ന് പുറത്തെടുത്താൽ 9 ഇൻറ്റു 26 അവിടെ ബാക്കിയുണ്ട്. 9 ഇൻറ്റു 26 ഗുണിക്കുമ്പം 234 കിട്ടും. പ്ലസ് ഇനി ബാക്കി ഇവിടെ 15 ഇൻറ്റു 42 ബാക്കിയുണ്ട്. 15 ഇൻറ്റു 42 630 കിട്ടും. ഓക്കെ, ഈക്വൽ ടു ഇവിടുന്ന് 1/100 പുറത്തെടുക്കുമ്പോൾ ബാക്കി 27x കിടപ്പുണ്ട് അല്ലേ? നമുക്ക് ആദ്യം ഈ 1/100ഉം 1/100ഉം വെട്ടിക്കളയാം. ഇവന്മാരെ തമ്മിലങ്ങ് കൂട്ടുമ്പം 630 പ്ലസ് 234 ചെയ്യുമ്പം 864 കിട്ടും. എക്സ് കാണാൻ ആ 27 താഴേക്ക് വരും. 864/27 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പം 27 ചെയ്യുമ്പം നമുക്ക് 32 എന്നാണ് മക്കളെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇതിവിടെ വെട്ടിക്കളഞ്ഞ് ചെയ്താൽ മതി. 27 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? ഇത് 3 തവണ അല്ലേ? 86ൽ 9 തവണ 9 81 വരെ, ബാക്കി ശിഷ്ടം 5. 54ൽ 6 തവണ, കണ്ടോ? 96/3 32 എന്ന് കിട്ടും. അങ്ങനെയാണ് 32 വന്നത്. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 32 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ വർഷവും 15% വീതം ഇ വേസ്റ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. 2020 20 കോടിയുണ്ട് എങ്കിൽ 2024 ആകുമ്പം എത്ര ടൺ ഇ വേസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത അല്ലേ? അതായത് 20 കോടിയുണ്ട് 2020 ആണോ? അടുത്ത വർഷം 2021 ആകുമ്പോൾ 15% വർദ്ധിക്കും. ഇൻറ്റു 115/100. 2022 ആകുമ്പോൾ വീണ്ടും 15% വർദ്ധിക്കും. ഇൻറ്റു 115/100. 2023 ആകുമ്പോൾ വീണ്ടും 15% വർദ്ധിക്കും. ഇൻറ്റു 115/100. 2024 ആകുമ്പോൾ വീണ്ടും 15% വർദ്ധിക്കും. ഇൻറ്റു 115/100 അല്ലേ? സോ ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടോ? അത് കുറച്ച് കാൽക്കുലേഷൻസ് വരുന്ന സമയം കളയാൻ വേണ്ടി തന്നതാണേ. നമുക്ക് 20 വെച്ച് വെട്ടിക്കളയാം മക്കളെ. ഇത് 5 വെച്ച് വെട്ടിക്കളയാം മക്കളെ. ഇത് 23, ഇത് 20 അല്ലേ? ഇതും 23, ഇത് 20 ആണോ? ഇതും 23, ഇത് 20. യെസ്, ഇതും 23, ഇത് 20. ഓക്കെ, ഈ 20ഉം ഈ 20ഉം കൂടെ വെട്ടിക്കളയാം. ബാക്കി 23 ഇൻറ്റു 23 ഇൻറ്റു 23 ഇൻറ്റു 23 ഇൻറ്റു 23 ഇൻറ്റു 23 ചെയ്യുമ്പം നമുക്ക് 27, 98, 41 വരും. ബൈ 20 ഇൻറ്റു 20 ഇൻറ്റു 20 ചെയ്യുമ്പം 8ഉം 3 0 വരും. ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് 34.98 സംതിങ്ങാണ് വരുന്നത്. സോൾവ് ചെയ്ത് സമയം കളയാൻ വേണ്ടി തന്ന ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of x is 25% more than that of y, then the value of y is less than by അല്ലേ? ഈ മോഡൽ ചോദ്യങ്ങൾ കണ്ടു. ഒരാളുടെ വരുമാനം മറ്റൊരാളുടെ വരുമാനത്തേക്കാൾ ഇത്ര ശതമാനം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങളിൽ ഒരേ ഒരു സംഖ്യയെ ചോദ്യത്തിൽ കാണത്തുള്ളൂ. ആ സംഖ്യ എഴുതി 25 അല്ലേ? ഇനി അത് കഴിഞ്ഞുള്ള വാക്ക് കൂടുതൽ എന്നാണോ കുറവ് എന്നാണോ നോക്കണം. ഇവിടെ കൂടുതൽ എന്നാണ്. 100നോട് കൂട്ടി താഴെ എഴുതണം. 125 ഇൻറ്റു 100 ആയിരിക്കും ഉത്തരം. മക്കളെ ഇതും വെട്ടിപ്പോയി. 5 100/5. ആൻസർ 20% നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം. 75ൻ്റെ 20% അല്ലേ? 180ൻ്റെ 45% കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ്. 75ൻ്റെ 20% എളുപ്പമാണ്. 75ൻ്റെ 10% 7.5, 20% 15 അല്ലേ? പ്ലസ് 180ൻ്റെ 45% കാണാൻ 1% 1.8 ആണ്.
അപ്പം 45% ഇൻറ്റു 45 ചെയ്താൽ പോരെ. സോ 1.8 ഇൻറ്റു 45 ചെയ്യണം അല്ലേ. ഇത് നമുക്ക് 81 കിട്ടും മക്കളെ. സോ 15 + 81 ആൻസർ 96 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. 2000-ൽ ഒരു സാധനത്തിൻ്റെ വില 25% വർദ്ധിച്ചു. 2001-ൽ 40% വർദ്ധിച്ചു. 2002-ൽ 30% കുറഞ്ഞു. 2003-ൻ്റെ തുടക്കത്തിൽ സാധനത്തിൻ്റെ വില 980 ആണെങ്കിൽ 2000-ൻ്റെ തുടക്കത്തിൽ സാധനത്തിൻ്റെ വില എത്ര? 2000-ൻ്റെ തുടക്കത്തിൽ സാധനത്തിൻ്റെ വില എക്സ് എന്നങ്ങ് എടുക്കാം. 2000-ൻ്റെ തുടക്കത്തിൽ എക്സ് അതെത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി 2000-ൻ്റെ തുടക്കത്തിൽ എക്സ് ആയിരുന്നു, പക്ഷേ 2000-ൽ 25% വർദ്ധിച്ചു. 25% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എക്സ് ആയിരുന്നത് 125/100 ആയിട്ട് മാറി എന്നർത്ഥം അല്ലേ. എക്സ് വിലയുണ്ടായിരുന്നത് 25% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ 125% കാണണം. എക്സ് ഇൻറ്റു 125/100 എന്ന് വരും. ഓക്കെ, ഇനി 2021-ൽ ആ വിലയുടെ 40% വർദ്ധിച്ചു. ഇപ്പം വില എത്രയാ? എക്സ് ഇൻറ്റു 125/100. ഇതിൻ്റെ 40% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഇൻറ്റു 140/100 ആണ് 2021 ആകുമ്പോഴത്തേക്കും വില. ഓക്കെ, ഇനി 2022-ൽ ഇത് 30% കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ള വില ഇതാണ്. ഇതിൻ്റെ 30% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇൻറ്റു 70/100 ആണ് 2022-ൻ്റെ അവസാനം 2022-ൻ്റെ അവസാനമാകുമ്പോൾ വില അല്ലേ. ഇനി 2003-ൻ്റെ തുടക്കത്തിൽ സാധനത്തിൻ്റെ വില 980 ആയി മാറി എന്ന് പറഞ്ഞാൽ ഈ വിലയാണ് 980 എന്നർത്ഥം. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ഉത്തരവായി. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. അതായത് 2000-ൻ്റെ തുടക്കത്തിൽ എക്സ് ആയിരുന്നു. 2000-ൽ 25% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ 125%, എക്സ് ഇൻറ്റു 125/100. ഇനി അടുത്ത വർഷം ഇത് 40% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഇൻറ്റു 140/100. ഇനി ആ എമൗണ്ട് അടുത്ത വർഷം 30% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇൻറ്റു 70/100. അതാണ് 980 ആയിട്ട് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഇനി വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യണം, അതാണ് പ്രശ്നം അല്ലേ. ഓക്കെ, അപ്പം ഇത് 25 വെച്ച് വെട്ടിക്കളയാം. ഇത് 4 തവണ മക്കളെ, ഇത് 5 തവണ. ഓക്കെ, ശരി. ഇനി ഞാൻ നോക്കിക്കേ, ഈ ഒരു 0-ഉം ഈ ഒരു 0-ഉം വെട്ടിക്കളയാം. ഈ ഒരു 0-ഉം ഈ ഒരു 0-ഉം വെട്ടിക്കളയാം. ഓക്കെ ആണല്ലോ. യെസ്. ഇനി ഈ 4-ഉം 14-ഉം വെട്ടിക്കളയാം. ഇത് 7 തവണ. യെസ്. ഇത് 2 തവണ. ഓക്കെ, ഈ 5-ഉം 100-ഉം കൂടെ വെട്ടിക്കളയാം. യെസ്, 20 തവണ. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ മക്കളെ, ഈ 7 ഇൻറ്റു 7 49 അല്ലേ. 49-ഉം ഈ 98-ഉം കൂടെ വെട്ടിക്കളയാം. നേരെ നേരെ വെട്ടിക്കളയാം. 49-ഉം 98-ഉം വെട്ടുമ്പോൾ 2 തവണ. 49 ഇൻറ്റു 2 അല്ലേ 98. ഒരു 0 ഉണ്ട് 20. ഓക്കെ, ഇവിടെ ഒരു 40 ഉണ്ട്. അത് മുകളിലേക്ക് പോകുമ്പോൾ ഗുണിക്കാനാകും. അപ്പോൾ എക്സ് ഈക്വൽ ടു 40 ഇൻറ്റു 20 എന്ന് കിട്ടും മക്കളെ. അതായത് നമുക്ക് ഉത്തരം 800 എന്നാണ് കിട്ടുന്നത്. ആൻസർ 800 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ അവിടെ വെട്ടിച്ചെറുതാക്കാൻ കുറച്ച് സമയം പോവും. ശ്രദ്ധിച്ച് വെട്ടിച്ചെറുതാക്കി ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചെയ്ത ഫോർമാറ്റിൽ തന്നെ വെട്ടിച്ചെറുതാക്കണമെന്നില്ല. നിങ്ങൾക്കറിയാം, മുകളിലും താഴെയും കിടക്കുന്ന വെട്ടിക്കളയാം. സമത്തിൻ്റെ അപ്പുറേ ഇപ്പുറേ നേരെ നേരെ കിടക്കുന്ന വെട്ടിക്കളയാം. ഗുണിക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് സമത്തിൻ്റെ അപ്പുറേ ഇപ്പുറേയും കിടക്കുന്ന വെട്ടിക്കളയാം കേട്ടോ. ഞാൻ 7-ഉം 7-ഉം 49 അല്ലേ. ഈ 7-ഉം 7-ഉം 49-ഉം 98-ഉം അങ്ങനെയാണ് വെട്ടിയത്. നേരെ നേരെ ഉള്ളത് വെട്ടിക്കളയാം 2 തവണ. 20. ഇനി താഴെ കിടക്കുന്ന 40-ഉം മുകളിലേക്ക് വരുമ്പോൾ ഗുണിക്കാനാവും. 40 ഇൻറ്റു 20 എന്ന് വരും. 800 എന്ന് കിട്ടും എക്സിൻ്റെ വില. എക്സ് ആയിരുന്നു 2000-ൻ്റെ തുടക്കത്തിലെ വിലയായിട്ട് നമ്മൾ എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? ഓക്കെ, ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അവിടെ 30% വിലക്കിഴിവിലല്ലേ വാങ്ങിയത്.
അപ്പം മാർക്കഡ് പ്രൈസ് എത്രയായിരുന്നോ അതിൻ്റെ 70% എമൗണ്ടിനാണ് വാങ്ങിയത്. അത് 3500 രൂപയാണ് അല്ലേ. മാർക്കഡ് പ്രൈസ് എത്രയാണോ അതിൻ്റെ 70% എമൗണ്ടിനാണ് വാങ്ങിയത്. അത് 3500 അപ്പം മാർക്കഡ് പ്രൈസ് എത്രയാണെന്നറിയാൻ 100% എത്രയാണെന്ന് നോക്കിയാൽ പോരെ മക്കളെ. ഇതല്ലേ ഉത്തരം. അതായത് മാർക്കഡ് പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് 30% വില കുറച്ച് വാങ്ങിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെ 70% എമൗണ്ടിനാണ് വാങ്ങിയത്. അത് 3500 രൂപ. മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നറിയാൻ 100% എത്രയാണെന്ന് നോക്കണം. ഇത് എത്ര ഇരട്ടിയാ? ഇത് 50 ഇരട്ടിയായിട്ടില്ലേ മക്കളെ അല്ലേ? ആണ്. അപ്പോൾ ഇങ്ങോട്ട് 50 ഇരട്ടി എടുത്താൽ പോരെ. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ചെയ്യാം. ഉത്തരം 5000 എന്നാണ് കിട്ടുന്നത്. 5000. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും കുറച്ച് കാൽക്കുലേഷൻ ഉള്ള ചോദ്യമാണ്. 31% ഓഫ് 210 അല്ലേ. 31/100 അല്ലേ ഇൻറ്റു 210 എന്ന് വരും. ഓക്കെ. പ്ലസ് 49% ഓഫ് 320. 49/100 ഇൻറ്റു 320 അല്ലേ. മൈനസ് 41% ഓഫ് 120. 41/100 ഇൻറ്റു 120 എന്ന് വരും. ഓക്കെ. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇതും 0 വെട്ടിക്കളഞ്ഞു, ഇതും 0 വെട്ടിക്കളഞ്ഞു, ഇതും 0 വെട്ടിക്കളഞ്ഞു. ഓക്കെ. ഇനി എല്ലാത്തിലും 1/10 കോമണാണ്. അപ്പം ഞാൻ ഈ 1/10 അങ്ങ് പുറത്തെടുത്തു. ഓക്കെ. ബാക്കി ഇവിടെ എന്തുണ്ടെന്ന് നോക്കിക്കേ. 1/10 പുറത്തെടുത്താൽ ബാക്കി 31 × 21 ഉണ്ട് ഇവിടെ അല്ലേ. ഞാൻ 31 × 21 ചെയ്തപ്പോൾ എനിക്ക് 651 കിട്ടി. 651 പ്ലസ് 1/10 പുറത്തെടുക്കുമ്പം മക്കളെ 1/10 പുറത്തെടുക്കുമ്പോൾ ബാക്കി ഇവിടെ 49 × 32 ഉണ്ട്. 49 × 32 ചെയ്യുമ്പം എനിക്ക് 1568 കിട്ടും. മൈനസ് ഇവിടുന്ന് 1/10 പുറത്തെടുക്കുമ്പം ഈ 1/10 പുറത്തെടുക്കുമ്പോൾ ബാക്കി 41 × 12 ഉണ്ട്. 41 × 12 ചെയ്യുമ്പോൾ എനിക്ക് 492 കിട്ടും. 492 കിട്ടും. ഓക്കെ. ഇത് രണ്ടും കൂട്ടിയിട്ട് 492 കുറയ്ക്കാം. 651 പ്ലസ് 1568 ചെയ്തിട്ട് ഞാൻ 492 കുറയ്ക്കുമ്പോൾ എനിക്ക് 1727 എന്നാണ് കിട്ടുന്നത്. ബൈ 10 ഉണ്ട്. ഈ 10 ചെയ്യുമ്പം എനിക്ക് ഉത്തരം 172.7 എന്നാണ് കിട്ടുന്നത്. കുഞ്ഞുങ്ങളെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. സമയം പോകാൻ വേണ്ടിയാണ് ഇത്തരം വലിയ ചോദ്യങ്ങൾ തരുന്നത്. അതിൽ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല. ചെയ്തു നോക്കുക എന്നല്ലാതെ വേറൊരു മാർഗം അവിടെ ഇല്ല കേട്ടോ. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗത്തിൻ്റെ ഒരു സംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു. ഇതിൻ്റെ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3/4. മുക്കാൽ ഭാഗത്തിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ 1/3 അല്ലേ. 1/3 5/4 എന്ന് പറഞ്ഞാൽ 4/5 ആണ്. 5/4 40% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 40/100 എന്ന് പറയുന്നത് 60 ആണെന്ന് തന്നിട്ടുണ്ട്. സംഖ്യയെന്ന് കണ്ടുപിടിക്കണം. നല്ല ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ഒരു സംഖ്യ ഞാൻ എടുത്തത് എന്തെന്നാ എക്സ് എന്ന്. അതിൻ്റെ മുക്കാൽ ഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3/4. അതിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/3. അതിൻ്റെ 5/4 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 4/5. അതിൻ്റെ 40% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 40/100 എന്ന് പറഞ്ഞാൽ 60 ആണെന്ന് തന്നിട്ടുണ്ട്. സംഖ്യ കണ്ടുപിടിക്കണം. വെട്ടിച്ചെറുതാക്കി ചെയ്യാം. ഇതും കൂടെ വെട്ടിപ്പോയി അല്ലേ. 4 വെട്ടിപ്പോയി. യെസ് മക്കളെ, ഇതും കൂടെ വെട്ടിക്കളയാം. 8. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ 8ഉം 100ഉം കൂടെ വേണമെങ്കിൽ അങ്ങ് വെട്ടിക്കളയാം. 4 വെച്ച് ഇത് 2 തവണ, 4 വെച്ച് ഇത് 25 തവണ ആണോ. ഓക്കെ. അപ്പോൾ എക്സ് ഈക്വൽ ടു 25 മുകളിലേക്ക് പോകും. 60 അവിടെ ഉണ്ട്. ഇൻറ്റു 25/2 എന്ന് വരും. 2ഉം 60ഉം കൂടെ വെട്ടിക്കളയാം. 30. ആൻസർ 750 എന്നാണ് മക്കളെ കിട്ടുന്ന ആൻസർ. ആൻസർ ഏതാ കിട്ടുന്നേ? ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താലോ? അടുത്ത ചോദ്യം. ഇത് ആക്ച്വലി ശരാശരിയുടെ ഒരു ചോദ്യമാണ്. ബൈ മിസ്റ്റേക്ക് ഇവിടെ കയറി വന്നതാണ് കേട്ടോ. നമുക്ക് ചെയ്തേക്കാം.
ഒരു പരീക്ഷയിൽ ബീനയുടെ ശരാശരി മാർക്ക് 60 ഓക്കെ. ഇംഗ്ലീഷിന് 5 മാർക്കും സയൻസിന് 11 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 62 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങൾക്കാണ് പരീക്ഷ എഴുതിയത്? ഓക്കെ, വിഷയങ്ങളുടെ എണ്ണം കാണാനുള്ളൊരു ചോദ്യമാണ്. വിഷയങ്ങളുടെ എണ്ണം ഓക്കെ. വിഷയങ്ങളുടെ എണ്ണം കാണാൻ ഇത്തരം ചോദ്യങ്ങളിൽ കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി ചെയ്താൽ മതി. കൂടിയ മാർക്ക് ഡിവൈഡ് ബൈ കൂടിയ ശരാശരി ചെയ്താൽ മതി. വിഷയങ്ങളുടെ എണ്ണം കാണാൻ കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി. ഇവിടെ കൂടിയ മാർക്ക് 5ഉം 11ഉമാണ്. അപ്പോൾ കൂടിയ മാർക്ക് 16. കൂടിയ ശരാശരി 60 ആയിരുന്നത് 62 ആയെന്ന് പറഞ്ഞാൽ 2 സോ 8 മക്കളെ ഉത്തരവായിട്ട് കിട്ടുന്നത്. വിഷയങ്ങളുടെ എണ്ണം 8. ശരാശരിയിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. അതായത് ഒരു പരീക്ഷയിൽ ശരാശരി മാർക്ക് ഇത്രയാണ്, ഇന്ന വിഷയങ്ങൾക്ക് ഇത്ര മാർക്ക് കൂടുതൽ കിട്ടിയായിരുന്നെങ്കിൽ ശരാശരി ഇത്രയാകുമായിരുന്നു. വിഷയങ്ങളുടെ എണ്ണം എത്ര? ഒന്ന് ഓർത്തിരുന്നോണം നിങ്ങൾ കേട്ടോ. വിഷയങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കും. എത്ര വിഷയങ്ങൾക്കാണ് പരീക്ഷ എഴുതിയത്? വിഷയങ്ങളുടെ എണ്ണം കാണാൻ കൂടിയ മാർക്ക് എത്രയാണെന്ന് നോക്കുക ബൈ കൂടിയ ശരാശരി. ഒന്നുകൂടെ ഓർത്തേ, കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ഇവിടെ കൂടിയത് 6ഉം 5ഉം 11ഉമാണ്. 16 മാർക്ക് കൂടി. കൂടിയ ശരാശരി 60 ആയിരുന്നു, 62 ആവെന്ന് പറഞ്ഞാൽ 2. കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി ആൻസർ 8 എന്നാണ് കിട്ടുന്നത് കേട്ടോ, മറക്കരുത്. അടുത്തത് എക്സിൻ്റെ y ശതമാനം 30 ആയാൽ വൈയുടെ x ശതമാനം 30 തന്നെയാണ് കേട്ടോ. എക്സിൻ്റെ y ശതമാനം തന്നെയായിരിക്കും വൈയുടെ x ശതമാനം. എല്ലാ കേസുകളും ശരിയാകും കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരം 30 എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എക്സിൻ്റെ y ശതമാനം 30 വൈയുടെ x ശതമാനം 30 ആയിരിക്കും അല്ലേ. അതായത് 20ൻ്റെ 30% തന്നെയാണ് 30ൻ്റെ 20%. കണ്ടോ, ഇതും 6 കിട്ടുന്നത്, ഇതും 6 കിട്ടുന്നത്. എപ്പോഴും ഓർക്കുക, എക്സിൻ്റെ y ശതമാനം തന്നെയായിരിക്കും വൈയുടെ x ശതമാനം. 20ൻ്റെ 30% തന്നെയാണ് 30ൻ്റെ 20%. എല്ലാ കേസിലും 50ൻ്റെ 40% 40ൻ്റെ 50%. 70ൻ്റെ 10% 10ൻ്റെ 70%. എപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിരിക്കും. An examination comprising 2 papers, one geography and other history. 72% of the candidates passed in geography അല്ലേ. 72% കുട്ടികൾ ജോഗ്രഫിക്ക് പാസ്സായി. ഓക്കെ. 48% കുട്ടികൾ ഹിസ്റ്ററിക്ക് പാസ്സായി. 22% കുട്ടികൾ രണ്ടിനും പാസ്സായിട്ടില്ല. ഓക്കെ. ഇനി 3360 കുട്ടികളാണ് രണ്ടിനും പാസ്സായത് എങ്കിൽ ആകെ പരീക്ഷ എഴുതിയ കുട്ടികൾ എത്ര എന്നാണ് ചോദ്യം. ഒന്നുകൂടെ ചോദ്യം വായിക്കാം. 72% കുട്ടികൾ ജോഗ്രഫിക്ക് പാസ്സായിട്ടുണ്ട്. 48% കുട്ടികൾ ഹിസ്റ്ററിക്ക് പാസ്സായിട്ടുണ്ട്. 22% കുട്ടികൾ 2 എക്സാമിനും പാസ്സായിട്ടില്ല. ഇനി 2 എക്സാമിനും പാസ്സായവരുടെ എണ്ണം തന്നിട്ടുണ്ട് എങ്കിൽ ആകെ പരീക്ഷ എഴുതിയവരുടെ എണ്ണം എത്രയാണ്? അപ്പം ആദ്യം രണ്ടിനും പാസ്സായവരുടെ ശതമാനം കണ്ടുപിടിക്കണം. അതിൽ നിന്ന് ആകെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വെൻ ഡയഗ്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ കണക്ക് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കണ്ടോണം ചെയ്യുന്നത്. മക്കളെ, ആദ്യം ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ വരുന്നവരാണ് നമ്മുടെ ജോഗ്രഫിക്ക് ജയിച്ച കുട്ടികൾ. രണ്ടാമതൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ വരുന്ന കുട്ടികളാണ് നമ്മുടെ ഹിസ്റ്ററിക്ക് ജയിച്ച കുട്ടികൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ സർക്കിളിൽ വരുന്നവർ ജോഗ്രഫിക്ക് ജയിച്ചവർ, രണ്ടാമത്തെ സർക്കിളിൽ വരുന്നവർ ഹിസ്റ്ററിക്ക് ജയിച്ചവർ. ഓക്കെ. ഇനി രണ്ടിനും തോറ്റവരായിരിക്കും ഇതിന് പുറത്ത് വരുന്നത്. അത് 22% ഓൾറെഡി തന്നിട്ടുണ്ട്. രണ്ടിനും ജയിക്കാത്തവർ, തോറ്റവർ 22%. രണ്ടിനും ജയിച്ചവർ നടുക്കാ വരുന്നത്. അത് എത്ര പേരാണെന്നറിയില്ല, ഞാനത് N എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഈ സർക്കിളിൽ വരുന്നവരെല്ലാം ജോഗ്രഫിക്ക് ജയിച്ചവരാണ്. അത് 72%. ഓക്കെ. ഈ സർക്കിളിൽ വരുന്നവരെല്ലാം ഹിസ്റ്ററിക്ക് ജയിച്ചവരാണ്. അത് 48%. 22% പേര് രണ്ടിനും തോറ്റു, അവർ പുറത്ത് വരും. ഇതിലൊന്നും പെടില്ല. രണ്ടിനും ജയിച്ചവർ ഇവിടെ നടുക്കാ വരുന്നത്. അതറിയില്ല, അത് കണ്ടുപിടിക്കണം നമുക്ക്. ഞാനത് N എടുത്തു. ഓക്കെ. എങ്കിൽ ഇവിടെ വരുന്നവരെങ്ങനെയുള്ളവരാ മക്കളെ?
ഇവർ ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവരാ. ഈ സർക്കിളിൽ വരുന്നവർ ജോഗ്രഫിക്ക് ജയിച്ചവരും ഈ പോർഷനിൽ വരുന്നവർ ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവരുമാണ്. ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവരെ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് മുഴുവൻ എത്രയാ? ജോഗ്രഫിക്ക് ജയിച്ചത് 72. അപ്പോൾ ജോഗ്രഫിക്ക് മാത്രം ജയിച്ചത് കണ്ടുപിടിക്കാൻ 72 നിന്ന് n കുറച്ചാൽ പോരെ. n ആണ് രണ്ടിനും ജയിച്ചത്. ഇത് മുഴുവനാണ് മക്കളെ 72. അതിൽ ഇത്രയും ഭാഗം n അല്ലേ. അപ്പോൾ ഈ ഭാഗം കണ്ടുപിടിക്കാൻ 72 മൈനസ് n. അത് ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവർ. ഇനി ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചവരെ കണ്ടുപിടിക്കാൻ ഇത് മുഴുവൻ എത്രയാ? 48. അതിൽ ഇത്രയും ഭാഗം n അല്ലേ. അപ്പം 48 നിന്ന് n കുറയ്ക്കുന്നതാണ് ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചവർ അല്ലേ. അപ്പം എല്ലാ ആളുകളുടെ എണ്ണം കിട്ടി. ഇത് ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവർ, ഇത് രണ്ടിനും ജയിച്ചവർ, ഇത് ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചത്, ഇത് രണ്ടിനും തോറ്റവർ. അപ്പം ഇതെല്ലാം കൂടെ കൂടുമ്പം ആകെയുള്ള 100% കിട്ടണ്ടേ. അപ്പം ഞാൻ എല്ലാം കൂടെ കൂട്ടുവാണേ. 72 മൈനസ് n പ്ലസ് n പ്ലസ് 48 മൈനസ് n. n ആണ് കേട്ടോ, h അല്ല. 48 മൈനസ് n എന്നാണ്. 48 മൈനസ് n എന്നാണ്. n n n ഓക്കെ ശരി. പ്ലസ് 22 എന്ന് പറഞ്ഞാൽ ആകെയുള്ള 100%-ന് തുല്യമാവണം അല്ലേ. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 100% അല്ലേ. 72ഉം 48ഉം 22ഉം കൂടെ കൂട്ടാം. 72ഉം 48ഉം 72ഉം 48ഉം 22ഉം കൂടെ കൂട്ടുമ്പം 142 എന്ന് വരും. ഓക്കെ, ഇതിലെ മൈനസ് എന്നും പ്ലസ് എന്നും ക്യാൻസൽ ആകും. ബാക്കി മൈനസ് n ഈക്വൽ ടു 100 എന്ന് കിട്ടും. അതിൽ നിന്ന് എന്നിൻ്റെ വില 142 മൈനസ് 100 42% എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടിനും ജയിച്ചവർ 42%. ഇനി അത് 3360 ആണെന്ന് ചോദ്യത്തിലുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി 42% ആളുകൾ എന്ന് പറഞ്ഞാൽ 3360 ആളുകൾക്ക് തുല്യമാണ്. ആകെ പരീക്ഷ എഴുതിയത് കാണാൻ 100% എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിയല്ലേ? 3360 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 42 ഉത്തരം. മക്കളെ ഇതും വെട്ടിക്കളയുമ്പോൾ 8 കിട്ടും. 80 ആൻസർ 8000 8000 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അത്യാവശ്യം നല്ല ചോദ്യമായിരുന്നു അല്ലേ. ഒന്നുകൂടെ പറയട്ടെ. ഓക്കെ, 72% പേര് ജോഗ്രഫിക്ക് ജയിച്ചു. ഇതാണ് ജോഗ്രഫിക്ക് ജയിച്ചവർ 72. 48% ഹിസ്റ്ററിക്ക് ജയിച്ചു. ഇതാണ് ഹിസ്റ്ററിക്ക് ജയിച്ച 48%. 22% പേര് രണ്ടിനും തോറ്റു, അവർ പുറത്ത്. രണ്ടിനും ജയിച്ചവർ ഇവിടെ, അതറിയില്ല n. ജോഗ്രഫിക്ക് മാത്രം ജയിച്ചവരുടെ എണ്ണം കാണാൻ ആകെയുള്ള 72 ഇത്. അതിൽ നിന്ന് n കുറയ്ക്കണം. 72 മൈനസ് n. ഹിസ്റ്ററിക്ക് മാത്രം ജയിച്ചവരുടെ ശതമാനം കാണാൻ ആകെയുള്ള 48 നിന്ന് ഈ n കുറയ്ക്കണം. 48 മൈനസ് n. ഇതും പുറത്തുള്ള ഇതും കൂടെ കൂട്ടുമ്പോൾ 100% ആവണം. സോ ഈക്വൽ ടു 100 ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് n സോൾവ് ചെയ്തെടുത്തു. n ആണ് രണ്ടിനും ജയിച്ചവർ. അത് 3360 ആണ്. 42%. അപ്പം 100% ആകെ കുട്ടികൾ. 100% എത്രയാണെന്ന് കണ്ട ഉത്തരവായി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സംഖ്യയുടെ 20% എന്ന് പറഞ്ഞാൽ 35 ആണെങ്കിൽ സംഖ്യ എന്ന് കാണാൻ 100% എത്രയാണെന്ന് നോക്കണം. 20% 35 ആണെങ്കിൽ 100% എത്രയാണെന്ന് നോക്കിയാൽ ഉത്തരവായി അല്ലേ. ഇങ്ങോട്ട് എത്ര ഇരട്ടിയാ? 5 ഇരട്ടി. അതുകൊണ്ട് ഇങ്ങോട്ട് 5 ഇരട്ടി എടുത്താലും ഉത്തരം കിട്ടും. ആണോ? സോ 35 ഇൻറ്റു 5 ഉത്തരം 175 ആണ്. അതല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ചെയ്യാം കേട്ടോ. താഴേക്ക് 5 ഇരട്ടി ആണെങ്കിൽ 35ൻ്റെ 5 ഇരട്ടി താഴേക്ക് എടുത്താലും മതി. അങ്ങനെ ചെയ്യാം. അല്ലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 100 ഇൻറ്റു 35 ബൈ 20 ഇങ്ങനെ ചെയ്യാം. ഇതും വെട്ടിപ്പോയി 5 ഇൻറ്റു 35 ആൻസർ 175 എന്ന് കിട്ടും. ഈ രണ്ട് രീതി ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അരി സഞ്ചിയുടെ യഥാർത്ഥ ഭാരം 50 കിലോഗ്രാം. തിടുക്കത്തിൽ 50.5 കിലോഗ്രാം തൂക്കം വന്നു. പിശക് എത്ര ശതമാനം? എറർ അല്ലേ. എത്ര എറർ വന്നു? 0.5 കിലോഗ്രാമിൻ്റെ എറർ വന്നു. അതായത് 500 ഗ്രാമിൻ്റെ എറർ വന്നു അല്ലേ. ആകെ എത്ര ഉണ്ടായിരുന്നേ? 50 കിലോഗ്രാം. അതായത് 50,000 ഗ്രാം അല്ലേ.
അപ്പോൾ പിശക് എത്ര ശതമാനമാണെന്നറിയാൻ 500 ഗ്രാം അല്ലേ പിശക് വന്നേ, അത് 50,000 ഗ്രാമിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ പിശക് എത്ര ശതമാനം കിട്ടും. ഈ 2 പോയി, ഈ 2 പോയി. 5/5 1% വന്ന പിശക്. ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 500 ഗ്രാമിൻ്റെ വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ 50 കിലോഗ്രാം 50,000 ഗ്രാം, 1 കിലോഗ്രാം 1000 ഗ്രാം കേട്ടോ. അപ്പോൾ 50 കിലോഗ്രാം 50,000 ഗ്രാം. അപ്പം 500 ഗ്രാം പിശക് വന്നു, 50,000 ഗ്രാം യഥാർത്ഥത്തിൽ. എത്ര ശതമാനം പിശകാണെന്ന് പറഞ്ഞാൽ 500 50,000-ൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. 500/50,000 × 100, ആൻസർ 1%. ഓക്കെ, ഇനി ഇത് കാൽക്കുലേഷൻ ചെയ്യാനുള്ളതാണ്. 24-ൻ്റെ 25%. മക്കളെ, ഒരു സംഖ്യയുടെ 25% കാണാൻ ആ സംഖ്യ /4 ചെയ്താൽ മതി. പ്ലസ് 32-ൻ്റെ 25%, വീണ്ടും 32/4. ഓക്കെ, മൈനസ് 350-ൻ്റെ 14%. 350-ൻ്റെ 1% 3.5. 14% കാണാൻ ഇൻറ്റു 14 ചെയ്താൽ മതി അല്ലേ. 350-ൻ്റെ 1% 3.5, 14% കാണാൻ ഇൻറ്റു 14. 24/4 നമുക്ക് 6 കിട്ടും. പ്ലസ് 32/4 8 കിട്ടും. മൈനസ് 3.5 ഇൻറ്റു 14 നമുക്ക് 49 കിട്ടും അല്ലേ മക്കളെ. 14 മൈനസ് 49 ഈക്വൽ ടു -35 എന്നാണ് ആൻസർ കിട്ടുന്നത്. 14 മൈനസ് 49 ഈക്വൽ ടു -35 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് മക്കളെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മോഹൻ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിൻ്റെ 15% മക്കളുടെ പഠനത്തിനും 28% വീട്ടു ചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു. ഓക്കെ, എങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്ര? അതായത് 15% മക്കളുടെ ആവശ്യത്തിന് പഠനത്തിന് ഉപയോഗിക്കുന്നു, 28% വീടിൻ്റെ ചെലവിന് ഉപയോഗിക്കുന്നു, 10% വാടകയ്ക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ആകെ എത്ര ശതമാനം തീർന്നു എന്ന് നോക്കാം. ആകെ 53% തീർന്നു. ഇനി ബാക്കിയുള്ളത് 47% അപ്പോൾ 50,000 രൂപയുടെ 47% എത്രയാണെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി. 50,000-ൻ്റെ 47% കാണണം, ശരിയല്ലേ. 1% 500. അപ്പം 47% കാണാൻ 500 × 47 ചെയ്താൽ പോരെ മക്കളെ. 500 × 47 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 500 × 47 235 2 അതായത് 23,500 രൂപയാണ് അയാളുടെ സമ്പാദ്യമായിട്ട് വരുന്നത്. ഓക്കെ മക്കളെ, താങ്ക് യു.